നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിക്കട്ടാ 22-ാം തീയതി 9/2025. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇന്നിവിടെ കൂടുന്നതാണിപ്പോൾ. സമയം 11:30 മണിയായി. 11:30 മണിയായി. എൻ്റെ വീഡിയോയിൽ എടുക്കാറാണ്. ഇതിപ്പോ ഓഫായ ലൈറ്റൊക്കെ അതേമാതിരി ഓഫാവണം. ചാവി വേണമെങ്കിൽ ഓഫ് ചെയ്ത് ആ സൈഡത്തൊക്കെ ഓഫാവും. ഇത് സ്റ്റാർട്ട് ചെയ്താല് ഇതൊക്കെ പോണം. ആ ബാറ്ററി ഇത് കെട്ടി കഴിഞ്ഞാൽ ഇത് ബാറ്ററിയുടെ ആണ്, ഇത് ഓയിലിന്റെ ആണ്, ഇത് ബ്രേക്ക് ഓയിലിന്റെ ആണ്. ഇപ്പൊ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും ഈ ബ്രേക്ക് ഓയിലിന്റെ കത്തിക്കും. അപ്പൊ ഹാൻഡ് ബ്രേക്ക് ഡൗൺ ആക്കി നോക്കുക. ഇപ്പൊ ഇതില് ഇപ്പോഴും കത്തിക്കുകയാണ് വെച്ചെങ്കിൽ അപ്പൊ ബ്രേക്ക് ഓയിൽ ചെക്ക് ചെയ്യണം. ബ്രേക്ക് ഓയിൽ കുറവുണ്ടെങ്കിലും ബ്രേക്ക് ഓയിൽ ചെക്ക് ചെയ്യണം. അത് കത്തും. പറഞ്ഞത് ബാക്കി ഇത് രണ്ടൊക്കെ പിന്നെ എല്ലാ ലൈറ്റും സ്റ്റാർട്ട് ചെയ്താലാണ് പോണം. ഇപ്പൊ ഈ ചുവപ്പ് ഈ ബാറ്ററിന്റെ ഇത് കാണിച്ചാല് അതിനെന്തോ ബാറ്ററിയിൽ ചാർജ് ആവണില്ല. അത് ഓക്കെ. ഇനി ഈ ചെറിയ ചിഹ്നം കാണിച്ചാൽ എന്താ കാണിക്കണ്ടേ? മനസ്സിലാക്കണ്ടേ? ഓയിൽ കംപ്ലൈന്റ് ഉണ്ട്. ഓയിൽ കംപ്ലൈന്റ് ഉണ്ട്. ഓയിൽ ഇല്ല, ഓയിൽ അത് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിൽ അത് വരാൻ പാടില്ല. ഓക്കെ രണ്ട് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല. രണ്ടും സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല. ഓക്കെ ഓക്കെ. ഈ രണ്ട് ലൈറ്റും സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല. ഇത് പിന്നെ സെൻസറുകളിലാണ്. പിന്നെ കുഴപ്പമില്ല. ആ അമ്മക്ക് വന്ന് പോയി. പിന്നിപ്പോ എല്ലാ ലൈറ്റും പോയി. അവിടെയും കെട്ടി. ഓക്കെ. ഇതിപ്പോ പാർച്ചാർജിങ് ടൈറ്റ് ആയപ്പോ നിങ്ങൾക്ക് സ്റ്റാറിങ്ങിന്റെ ലൈറ്റ് ഇന്നലെ ഒന്നുണ്ടാവും. അപ്പൊ അത് ബാറ്ററി ചാർജിങ്ങിന്റെ ഇത് കാണിച്ചപ്പോഴില്ല. അതവിടെ കണ്ടുണ്ട്. അപ്പൊ അവർ അപകടം പിടിച്ച സംഭവം അത് അവിടെ ഇതന്നെ ബാറ്ററി ഡൗൺ ആയിട്ടാണ്. പണ്ട ഈ ലൈറ്റ് കത്തിക്കണ്ട. ഈ ലൈറ്റ് കത്തിക്കാൻ പാടില്ല. ബാക്കി എല്ലാ ലൈറ്റും കെട്ടണ്ട. ഇതും കിടന്നോ? ഇതും കിടന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും 21-ാം തീയതി 21/9/2025 വീഡിയോ. നിങ്ങളെ സ്റ്റിക്കറാണ് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ 22-ാം തീയതി നാനോക്കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്തിട്ടാണ് വരുന്നത്. വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട്. അപ്പോൾ ഞാൻ നടന്ന് പോവുകയാണ്. ഇവിടെ കുറേ നടക്കാണ്ട് ഇനി എൻ്റെ പേരൻ്റെ അടുക്ക്. ഇവിടെ ഈ റോഡിൽ കൂടെ അത് ഹൈവേ ചെറിയ റോഡാണ്, ബാക്കിയുള്ളതൊക്കെ വലിയ ഹൈവേ ആണ്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം നടക്കണം. പിന്നെ ബൈക്കുകാർ കൈയ്യട്ടിയാൽ നിർത്തുകയൊക്കെ ചെയ്യും. ഇതിനെ ബൈക്കുകാർ വളരെ കുറവാണ്. രണ്ടാൾക്ക് കൈയ്യട്ടിയപ്പോൾ രണ്ടാൾ പറഞ്ഞ് ഞങ്ങൾ വേഗം നിർത്താൻ പറ്റൂല പറഞ്ഞു. ഇനി കൈയ്യട്ടിയാൽ നിർത്തുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഈ വെയിലിൻ്റെ കൊണ്ട് കണ്ണിലേക്ക് സൂര്യപ്രകാശം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെന്താ പറഞ്ഞതെന്നറിയോ? ഇന്നലെ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നോണ പറയില്ല. നിങ്ങൾ എൻ്റെ സംസാരത്തിൽ കൂടെ പലരും എന്നെപ്പറ്റി പലരും തെറ്റിദ്ധരിക്കുകയാണ്. കാരണം ഇപ്പം നാവിടുത്ത നോണ പറയുള്ളൂ. ഞാൻ നോണ പറഞ്ഞ ഒരാളല്ല. നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് നോണ പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. എൻ്റെ ഞാൻ നിങ്ങളോട് നോണ പറഞ്ഞിട്ട് നിങ്ങളടുത്തേക്ക് വല്ലതും കിട്ടാന്ന് എൻ്റെ അടുത്ത് നിങ്ങൾക്കും കിട്ടാനില്ല. പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ പിന്നെ ഉള്ളത് സത്യം പറഞ്ഞ് ചിലപ്പോൾ ഒന്നും വരാൻ പോകണില്ലല്ലോ. ഇന്നലെ ഞാൻ രാവിലെ ഉറങ്ങി നീച്ച പാട് ഞാൻ ഇന്നലെ ഷോർട്ട് കട്ട് വീഡിയോയിൽ കൂടെ പറഞ്ഞു. അവിടെ നിന്നിട്ട് സംസാരിക്കാം. ഈ വെയിലിൻ്റെ കടുപ്പാണ്. ഇന്നെ എനിക്ക് കാണാനില്ല. പിന്നെ എന്താ ഞാൻ ചെയ്യാം? തണലത്ത് പോയി നിൽക്കട്ടെ. ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കാണണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിങ്ങൾക്കും പല പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിനൊക്കെ മഴ പോലെ വരുന്നത് മഞ്ഞ് പോലെ ആക്കി മാറ്റണം. നമ്മളാരും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ പിടിക്കാനോ ആരും നിൽക്കില്ല. നമ്മളെ അധ്വാനം, നമ്മളെ വേർപ്പ്, അതായിട്ടാണ് നമ്മളെ ഭാര്യ മക്കളൊക്കെ ജീവിച്ചു പോരുന്നത്. ആരും പറ്റിച്ച് തിന്നണം എന്നുള്ള ആർക്കും നെയ്യത്തില്ല. ഈ പറഞ്ഞ എനിക്കാലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും. അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ എന്താണെന്ന് അറിഞ്ഞില്ല, ഉറങ്ങി നീച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഇവിടെ റൈറ്റ് സൈഡാട്ടോ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ലെഫ്റ്റ് അല്ല, റൈറ്റ് സൈഡിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു വേദന, ഒരു ചെറിയൊരു വിഷമം, മാനസികമായ വിഷമം നമുക്ക് ഉള്ളിൽ ഒരു വേദന അനുഭവപ്പെടും. ആ വേദന അനുഭവപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, അതും എൻ്റെ റബ്ബിനോട് പറയും, എൻ്റെ അള്ളാഹി റസൂലിന് സത്യം. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം പറയുമ്പോൾ സത്യം പറയുള്ളൂ. ഇവിടെ നുണ പറഞ്ഞിട്ട് കേട്ടൂല, പറഞ്ഞ് ഒരാളെ ഇതാക്കിക്കൂല. ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, എടാ എന്താണ് അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, എന്തോന്ന് വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിക്കുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ നാട്ടിലെന്ന് എൻ്റെ പെണ്ണുങ്ങളോട് പറയും. ബോംബെലാന്നുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാരുണ്ടെങ്കിൽ അനിയന്മാരോട് പറയും. അതിലെങ്കിൽ എൻ്റെ പണിക്കാർ കുട്ടികളുണ്ടെങ്കിൽ പണിക്കാർ കുട്ടികളോടും പറയും, अरे कुछ आज का दिन कुछ हो रहा है यार, कुछ तो मेरा दिल के अंदर कुछ तो दर्द चालू हो गया, क्या मालूम कुछ तो कुछ अपने को होने वाला है, थोड़ा संभालना बेटा, ये तो कुछ ना कुछ आएगा, तो बहुत संभाल के रह. ഇതൊക്കെ ഞാൻ എൻ്റെ പണിക്കാർ കുട്ടികളോട് പറയും. അവർക്കറിയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
എന്തോ ഒന്ന് മനസ്സിൽ വിഷമം വന്നിട്ടുണ്ട്, എന്തോന്ന് നമുക്കൊന്ന് വരാൻ പോകുന്നുണ്ട്, എന്താണ് എവിടെയാണ് സംഭവിക്കണമെന്ന് അറിയണമെങ്കിൽ എന്തോന്ന് ഒരു വിഷമം കടന്നിട്ടുണ്ടെടി എന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞേ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്, നിങ്ങൾ കാര്യമാക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ എൻ്റെ ഉപ്പാക്ക് ശ്വാസം മുട്ട് കൂടുതലായിട്ട് ഉപ്പാനെ വേഗം ആസ്പത്രിക്ക് കൊണ്ടുപോകണം. അപ്പം ഉമ്മ എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങി എന്താന്ന് ഉറക്കത്തിൽ പെട്ടിക്കണേ. അപ്പം ഞാൻ രാവിലെ അപ്പം പിന്നെ എൻ്റെ പെണ്ണുങ്ങൾക്ക് വിളിച്ചിട്ടാണ് മാനോട് വേഗം ഒന്ന് വരാൻ പറയും. മാനുവിനെ അല്ല ഉറങ്ങി നീച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കേണ്ടതെന്നായിരുന്നു. ഇപ്പാൻ്റെ അതുകൊണ്ടുള്ള പ്രശ്നമല്ല കേട്ടോ, ഇപ്പൊക്കെ പിന്നെ സുഖമായ ശ്വാസം മുട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്തായാലും കൊണ്ടുപോകണം, ആവി പിടിപ്പിക്കണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അതാണ് ഞാൻ അത് കൂടാതെ തന്നെ വേറെ എന്തോ പറഞ്ഞു എന്തൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാനോ കാർ എടുത്ത് വണ്ടി സ്റ്റാർട്ടായി ഇപ്പാനെ ഇവിടുന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഇവിടെ നിന്നിട്ട് വർത്തമാനം പറയും, നടന്നു പോകുമ്പോൾ വെയിൽ കൂടും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പാക്ക് വേണ്ട മരുന്നും ആവി പിടിപ്പിക്കലും ഇഞ്ചക്ഷൻ വെക്കലും എല്ലാം ചെയ്തതിന് ശേഷം ഉപ്പാനെ അതേമാതിരി കാറിൽ ഇരുത്തിയിട്ട് ഉപ്പാൻ്റെ തറവാടുണ്ട് എൻ്റെ പെര കഴിഞ്ഞിട്ട് തറവാട്ടിങ്ങൾക്ക് ആ കാവിൻ്റെ അടുത്തുമ്പോഴത്തേന് വണ്ടി ഓഫായി. വണ്ടി സ്റ്റാർട്ടാവണം. എന്തൊരു ഇറക്കമുണ്ട് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൻ്റെ തറവാട്ടിങ്ങൾക്ക് പോണ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കത്തിൻ്റെ തൊട്ടില്ലാത്ത കണ്ടീഷനിൽ കൂടെ വണ്ടി ഇറക്കത്തിൻ്റെ അവിടെ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് ഹോണാക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ബെൽറ്റൊക്കെ പൊട്ടിക്കണ്, അതൊന്നും ഞാൻ അറിയില്ല. അങ്ങനെ ഇറക്കത്തിൽ ഞാൻ സെക്കൻഡിലിട്ടൊന്ന് സ്റ്റാർട്ടാക്കി ഇങ്ങനെ വലിപ്പിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായപ്പോൾ പവർ സ്റ്റിയറിങ് നല്ല ജാമായിക്കണേ, പറ്റണില്ല. എന്നാലും എങ്ങനെയൊക്കെ ഉപ്പാനെ വേഗം ആ സ്റ്റാർട്ടിങ്ങിൽ റൈസിങ് കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ ഉപ്പാനെ പെരെ കൊണ്ടാക്കിയതിൻ്റെ ശേഷം അവിടുന്ന് പതുക്കെ വേഗം തിരിച്ചെടുത്ത് എൻ്റെ മകനുണ്ടായിരുന്നു. മകനോടാൻ പറഞ്ഞ് ഇജാടെ ഇറങ്ങിക്കോ വീട്ടിൽ അവൻ്റെ നമ്മളെ പെരത്തിലാക്കി കൊടുത്തിട്ട് വേഗം ഞാൻ വീണ്ടും വണ്ടിയുടെ ഷോറൂമിലേക്ക് കൊടുന്ന് നിർത്തി വെക്കുമ്പോൾ ഞായറാഴ്ചയാണ്. അവിടെ നിർത്തിയ പാട് വണ്ടിയുണ്ട്. അപ്പോൾ പെരന്ന് അപ്പോഴും സ്റ്റയറിങ്ങിന് ചെറിയ പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് ഓഫായി, പിന്നെ വണ്ടി ആട്ടാവണില്ല. അങ്ങനെ എൻ്റെ കുട്ടിക്ക് വിളിച്ചു, എൻ്റെ മോള് ഞായറാഴ്ച കാരണം ലീവിൽ വരാൻ പറഞ്ഞാൽ ഇപ്പാടെ കുട്ടി വേഗം വായോ, ഇപ്പാടെ വണ്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പാനെ കുട്ടീനോട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ മോള് വന്നപ്പോൾ ഇപ്പോൾ ഒന്ന് കുറ്റിപ്പുറം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കുറ്റിപ്പുറത്ത് നിന്ന് ഞാൻ 2 ബാറ്ററിയുടെ ചാർജർ മേടിക്കാൻ വേണ്ടിയിട്ട് കേബിൾ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇതേ റോഡിൽ കൂടെ വരുന്ന സമയത്ത് വണ്ടി സൈഡാക്കി നിർത്തി നമ്മൾ ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി വെക്കട്ടെന്ന്. അപ്പോൾ എന്തോ ഒരു ഭാഗം കൊണ്ട് വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ സ്റ്റാർട്ടാക്കിയപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വേഗം ഒന്ന് പെരലിക്കാനായിട്ട് വന്നപ്പോഴത്തേന് അവിടെ എത്തുമ്പോഴത്തേന് പെരയുടെ മുന്നിലെത്തുമ്പോഴത്തേന് രണ്ടാമത് കംപ്ലൈൻറ്റ് വന്ന് ഇന്നിപ്പോൾ ഞാനിവിടെ കൊണ്ടുകൊടുത്തിക്കുകയാണ്. അപ്പം ഞാൻ ഈ പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു വേദന അനുഭവപ്പെടുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നമ്മളെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്മളത് എന്തെങ്കിലും വേറെ വിഷമം വന്നാൽ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും അറിയണില്ലല്ലോ, നമ്മൾ വേറെ എന്തോ നിസ്സാരാക്കി എടുക്കും. അത് നിസ്സാരാക്കി എടുക്കരുത്. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലോ നിങ്ങളെ സ്വന്തം കൂടപ്പുറപ്പിനോ നിങ്ങളെ വീട്ടിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ നിങ്ങൾക്ക് ഫോണുണ്ട്, അത് നമ്മൾ അറിവില്ല. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. ഇതേമാതിരി എൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിനെ സത്യം പറയാം, കൊല്ലം ഒരുപാട് ഇന്നലെ ഉണ്ടായ സംഭവമല്ല. ഇതേമാതിരി ഞങ്ങൾ തെങ്ങുംതോട്ടത്തിന് 2-3 പണിക്കാരും കുട്ടികളും ഒരുപാട് ഇരുന്നിട്ട് ഭക്ഷണം നാസ്ത കഴിക്കണ സമയത്ത് തെങ്ങാച്ചാലോ കംപ്ലീറ്റ് കുറേ തെങ്ങുണ്ട്, 10-200 തെങ്ങുണ്ട്. അപ്പോൾ 2 തെങ്ങേറ്റക്കാരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞാനും കയറുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഓർഡർ വന്നപ്പോൾ കുറേ തേങ്ങയുടെ ആവശ്യം വന്നിരുന്നു. അപ്പോൾ അന്ന് കൊല്ലം ഒരുപാടായി, കൊല്ലപ്പോൾ എത്ര ആയി എനിക്ക് പറയാൻ പറ്റൂല. അങ്ങനെ തെങ്ങ് കയറുന്ന സമയത്ത് പണിക്കാർ കുട്ടികളും കൂടി ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം ചിന്ത വന്ന്, ഇടച്ച് തെങ്ങുമ്പോൾ കയറുമ്പോൾ ആ തെങ്ങിൻ്റെ മുകളിൽ വലിയ ആയുധമാണ്, ഇന്ന് വാളാണ്, അന്ന് വലിയൊരു ഒരു വളഞ്ഞൊരു അത് ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരിക്കണം, കൊലക്കിട്ട് വരിച്ചിട്ടുണ്ട് അരിഞ്ഞെടുക്കല. അപ്പോൾ പടച്ചോൻ തോന്നിക്കുകയാണ് മനസ്സിൽ, എന്നോട് പറഞ്ഞ് ആ കൊലമെന്ന് തെങ്ങുമ്പോൾ കയറുമ്പോൾ ആയുധം കയ്യിൽ വീണ സമയത്ത് അവിടെ നിൽക്കുന്ന കുട്ടികളോട് പെട്ടെന്ന് സീനൽ കൊടുത്തോണ്ടേ മാറിയെന്ന് പറഞ്ഞുകൊണ്ടിട്ട്, അല്ലെങ്കിൽ മക്കൾക്കാവൊന്നും അറിയില്ല എൻ്റെ ശബ്ദം കേട്ടാൽ എന്താണെന്നുള്ളത്. കാരണം അവിടെയുള്ള ഹിന്ദുസ്ഥാൻകാരാണ്. അതൊന്ന് പറഞ്ഞാളെന്ന് അങ്ങനെ മനസ്സിനായിട്ട് തോന്നിച്ച് ഞാനത് ചായ കുടിക്കാൻ ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, അങ്ങനെ തോന്നിക്കണില്ല. ഞാനത് പണിക്കാർ കുട്ടിയോട് പറഞ്ഞ് ഇങ്ങനെ തെങ്ങുമ്പോൾ കയറുമ്പോൾ പെട്ടെന്ന് ആയുധം വീഴുമ്പോൾ പെട്ടെന്ന് ബാജു എന്ന് പറയും, ബാജു പറഞ്ഞാൽ ഓടടാന്ന് മാറുന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ വേഗം ഓടണട്ടെ, കാരണം നിങ്ങൾ കൊലയുടെ തെങ്ങിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്, വലിയ ആയുധമാണ്. ഹൈക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ചായ പിടിയൊക്കെ കഴിഞ്ഞ് നാസ്തകളൊക്കെ കഴിഞ്ഞിട്ട് ആ വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ അതേ സാധനം എൻ്റെ അള്ളാഹിന് റസൂലിന് ഞാൻ സത്യം പറയണേ, ആ ആയുധം കയ്യിൽ നിന്നായിട്ട് പോയി.
അവിടെ നിന്നാണ് പോയപ്പോൾ എനിക്ക് ഇവിടുന്നാണ്ട് നാവ് പൊന്തണില്ല പറയാണ്. കാരണം പണിക്കാർ കുട്ടികൾ തെങ്ങിൻ്റെ ചോട്ടിലാ. ഞാൻ എങ്ങനെയൊക്കെയോ ഒന്നുണ്ട് ശബ്ദം ഉണ്ടാക്കി ബാജു എന്നിട്ട് പറയാൻ കിട്ടണ്ടേ, ബാജു എന്നിട്ട് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ അവിടെ നിന്ന് ഓടി. അത് നേരെ ആ മക്കൾ നിൽക്കണതിൻ്റെ അവിടെ ആ ആയുധം വീണ്. അപ്പോൾ നോക്കണം, എന്തെങ്കിലും നമ്മളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ നമ്മളതിനെ നിസ്സാരാക്കിയിട്ട് തട്ടിക്കളയരുത്. അതുപോലെ എൻ്റെ അനിയന് കടയിൽ നിൽക്കുന്ന പണിക്കാരൻ്റെ അനിയൻ ഒരുപാട് കാലം എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. 3 അനിയന്മാരുണ്ടായിരുന്നു, നൗഷാദ്, കുഞ്ഞുട്ടി, അക്ബർ. അപ്പോൾ പെട്ടെന്ന് രാവിലെ ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് എന്തോ ഒരു മനസ്സിൽ വേദന അനുഭവപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞ്, എടാ കുഞ്ഞുട്ടിയെ എന്തോന്ന് വരാൻ പോകണ്ട, എന്താണെന്ന് അറിയണില്ല, മനസ്സിനുള്ളിൽ ഒരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കട്ടെ, ആർക്കാണോ എവിടെയെന്ന് അറിയാം. അപ്പം എന്നോട് പറഞ്ഞു എജ്ജ് പോയിക്കാ, എനിക്ക് എന്നുണ്ട് ഈ പറച്ചലെന്ന് പറഞ്ഞു. ഞാനെ പറയാള് പറഞ്ഞ് ഞാനോട് പോയി. പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുനിസിപ്പാലിറ്റി വണ്ടി വന്നിട്ട് മൊത്തം വാരിക്കൊണ്ടേ. നോക്കണം, അതൊന്ന്. അത് കുഞ്ഞിട്ടി ഉള്ളപ്പോൾ ഒപ്പം ഗൾഫിലാണ്. ഒപ്പം എൻ്റെ ഒരു 26 വണ്ടില്ല എൻ്റെ അനിയന് ഓന്. പിന്നെ അക്ബർ ഉള്ള സമയത്ത് ഞാനിപ്പോൾ കച്ചവടം ചെയ്യുന്ന കട ഉണ്ടല്ലോ, ആ കടയുടെ അവിടുന്ന് ഇതേമാതിരി മനസ്സിനുള്ളിൽ ഇവിടെ ഒരു വിഷമം വരും. എല്ലാവർക്കും വരുന്നതാണ്, എനിക്ക് മാത്രമല്ല. നമ്മളതിനെ ഗൗരവമായിട്ട് എടുക്കുകയാണ്, നമ്മൾ ചിന്തിക്കണത്. ഒരു വിഷമം വരുമ്പോൾ അത് കുറേ മിനിറ്റിൻ്റെ വീഡിയോ ഇത് നീണ്ടു പോകും. എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതൊക്കെ ഞാൻ പറയാണ്. അപ്പം എൻ്റെ അനിയ അക്ബറോട് ഞാൻ പറഞ്ഞു, എടാ അക്ബറെ ഒന്ന് ശ്രദ്ധിക്കടാ ഉണ്ണിയ, എന്തൊരു വിഷമം വന്നിട്ടുണ്ട് പറഞ്ഞു. ഓനും തന്നെ ഓനിത് കേട്ടിട്ട് പിരാന്തായി. ഓൻ പറഞ്ഞു, അയ്യ എന്നെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങറായില്ല, എൻ്റെ പണിക്ക് പോയിക്കാം, എനിക്ക് എന്നുണ്ട് ഈ വിഷമവും കാര്യങ്ങളും പറിച്ചല്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോവുകയും ചെയ്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി വന്നിട്ട് അവിടുത്തെ ഇളനീനൊക്കെ പാടെ കൂടിയിട്ടാണ് വാരിക്കൊണ്ടേ. ഇന്നൊന്നിലും ഉണ്ടായതല്ല, കൊല്ലം ഒരുപാടായി. അതൊക്കെ ഞാൻ പറയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഒരു കൊല്ലം അല്ല, ഒരു കൊല്ലമല്ല, കൊറോണൻ്റെ മുന്നേ ഇതേമാതിരി ഞാൻ എൻ്റെ പെരയിൽ ഞാൻ പറമ്പിൽ എന്തോ വീടിൻ്റെ അകത്തന്നെ ഭാഗത്ത് ഇങ്ങനെ എന്തോ പറമ്പിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇതേമാതിരി ഇവിടെ ഈ ഭാഗത്തുണ്ടാവുക റൈറ്റ് സൈഡിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കോളി. ഇവിടെ എന്തെങ്കിലും ഇനി ചിലവർക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം കേട്ടോ, എന്തോ നിങ്ങൾക്ക് അപകടം വരാൻ പോവുകയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോടാൻ പറഞ്ഞു, അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം വന്നിട്ട് അവിടെ അടുക്കളയിൽ വന്നിട്ടുണ്ടിരുന്നേ. അപ്പോൾ ഓള് ചോദിച്ചു എന്തേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എന്താണ് അവിടേക്ക് എന്തോ ഒരു വിഷമം വരുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞില്ല, എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട്, അല്ല കാക്കട്ടെ, എന്താണെന്ന് അറിഞ്ഞില്ല. ഇനി ഞമ്മക്കാണോ നമ്മളെ കുട്ടികൾക്കാണോ നമ്മളെ കുടുംബക്കാർക്കാണോ എന്താണ് വരാൻ പോകണമെന്ന് അള്ളാഹ്ക്ക് അറിയാമെന്ന് പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളോട്. അപ്പോൾ ഓള് പറഞ്ഞു നിങ്ങളിങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് ചായ തെറ്റാന്ന് വെച്ച്. എന്നാൽ മറിച്ച് ചായ എന്തെങ്കിലും കൊടു, നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞാൽ ഒരു വിഷമം വരണ്ട്, എന്തോന്ന് വരാൻ പോകണ്ടടി എന്ന് പറഞ്ഞു. എൻ്റെ പെണ്ണുങ്ങളോടാട്ടാ എൻ്റെ റബ്ബിനെ സത്യം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു എൻ്റെ അള്ളാഹിനെ റസൂലിനെ, അല്ലെങ്കിൽ മരണശേഷം എന്നെ റബ്ബ് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന മണിനെ നരകത്തിൻ്റെ വാതിലുകൾക്ക് നരകത്തിക്കണ്ട് വലിച്ചിട്ടോട്ടെ. ഞാൻ ആ സത്യം പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. സത്യം പറയുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ നരകത്തിൽ കൊണ്ടിട്ടാലും കുഴപ്പമില്ല. കാരണം ഇല്ലാത്തത് പറഞ്ഞിട്ട് മറ്റുള്ളവർ എത്രയോ ആൾക്കാർ മുട്ടിയ മൂത്രത്തിന് ഒഴിവില്ല, ഒരുപാട് പണീൻ്റെ തിരക്കിലാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നത്. എന്നിട്ട് ഞാനില്ലാത്തതൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് അതിനെ ഒരു അരം കൊള്ളിക്കാൻ ഞാൻ അത് ചെയ്യൂല. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരു പണിയെടുത്തിട്ട് ഞാൻ ഈ കണ്ണി കണ്ട വീഡിയോസൊന്നും ഞാൻ കാണാൻ നിൽക്കലില്ല. ഈ പെൺകുട്ടികളെ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടൊന്നും ഞാൻ അങ്ങനെ കാണാൻ നിൽക്കലില്ല. കാരണം ഞാൻ നല്ല നല്ല വീഡിയോസ് ഓരോ മനുഷ്യന്മാർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഞാൻ അതിനെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. അത് മാത്രം കുറച്ച് നേരം കാണും. ഇല്ലാതെ തൊട്ട് നമ്മളിപ്പോൾ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് പറയാം മറ്റുള്ളവരെ, ഇതൊക്കെ ആർക്കാർ ഇത് കാണാനുള്ള നേരം. എല്ലാവരും ജീവിതം കുടുംബം നോക്കി കൊണ്ടുനടക്കാനുള്ളതല്ലേ. എല്ലാവരും മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ രാവിലെ എഴുന്നേറ്റ് പോകും. മറ്റുള്ള പിന്നെന്താണ് ലോകത്തെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വീഡിയോ കാണുകയാണ്. എന്നിട്ട് ആയിക്കോടെ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു പറച്ചല്, അതൊന്നും ഞാൻ ചെയ്യാത്ത ഒരാളാണ്. എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. എൻ്റെ മറവഞ്ചേരി ഉള്ളവർക്കും എന്നെ അറിയുന്നവർക്കും എൻ്റെ ബോംബെ ഉള്ളവർക്കൊക്കെ അറിയാം. മാനും ഒരു അങ്ങനെ പിന്നെ ഞാൻ തമാസ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ല അള്ളാഹിനെ റസൂലിനെ വിളിക്കുമ്പോൾ ഞാൻ സത്യം പറയുള്ളൂ. അങ്ങനെ എൻ്റെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു എടേ എന്താണ് ഇവിടേക്ക് എന്തോന്ന്. അപ്പോൾ ഓള് പറഞ്ഞു ഒന്നുമില്ല. എന്നിട്ട് ചായയും ചെറു നാസ്ത എനിക്ക് തന്നപ്പോൾ ഞാൻ കുടിച്ചപ്പോൾ ഞാനത് കുടിച്ച് നോക്കുമ്പോൾ ഫോൺ കോൾ വരുന്നുണ്ട് വിടാതെ. അത് കുടിച്ച് ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയ അക്ബർ അന്ന് ബോംബെയിലുണ്ടായിരുന്നു. ഓൻ്റെ ഫോൺ കോൾ വരുന്നു. മാനാക്ക എന്താ ഉണ്ണിയെന്ന് വെച്ച് എന്തിയാന്ന് വെച്ച് എന്നോട് ഞാൻ പറഞ്ഞ് തെങ്ങേറ്റക്കാരൻ ജഗദീഷ് ഉണ്ടായിരുന്നു. ജഗദീഷ് തെങ്ങ് കയറുമ്പോൾ ഓല വെട്ടി ഇടുന്ന സമയത്ത് വലിയൊരു വില കൂടിയ കാർമക്ക് വീണിട്ട് അതിൻ്റെ ഗ്ലാസ് കൊണ്ട് പൊട്ടിച്ചിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് വെച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു അപകടം വരാൻ പോകേണ്ടത്, എവിടെയാണ് വരുന്നത്, എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല. മനസ്സിനുള്ളിലൊരു വേദന അനുഭവപ്പെട്ടിങ്ങനെ. അപ്പോഴാണ് എൻ്റെ പെണ്ണുങ്ങൾ ആകെ അന്തം വിട്ട്. അപ്പോൾ ഞാൻ ഉള്ള സംഭവത്തൊക്കെ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോയതാണ്. അപ്പോൾ ഇതേമാതിരി ഒരുപാട് കാര്യമുണ്ട്.
മനുഷ്യർക്ക് എന്തെങ്കിലും ഉണ്ട് പറയാൻ നിന്ന് ഒരുപാടുണ്ട്, അത്രയും ഞാൻ പറഞ്ഞു നീട്ടി കൊണ്ടുപോകണില്ല. എല്ലാവരോടും പറയണ്ടേ, ഒരു ചെറിയൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ ഓടുന്ന വാഹനം അതിനെ വളരെ ശ്രദ്ധിക്കുക. ആ വിഷമം പതുക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിയെന്ന് പൂർണ്ണ ഇതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. ആ വേദന ചെറുതായിട്ട് ചിലവർക്കുള്ള, എല്ലാവർക്കും അറിയില്ല അത്. അപ്പോൾ ചിലർ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ ചെയ്തു. കാരണം അവർക്കിപ്പോൾ അങ്ങനെ അറിയാത്തതിൻ്റെ പേരിൽ അവർക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നെ പറ്റി വേണ്ടാത്തൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വീഡിയോ കാണാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് അവർക്ക് അങ്ങനെ ജീവിതത്തിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടാവും. അവർ 100% ലൈക്ക് അടിക്കും. എനിക്കൊക്കെ വന്നിക്കനാണ് മാനിച്ച് പറഞ്ഞ വളരെ സത്യമാണ്. അപ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുമ്പോൾ നമ്മളെ മക്കൾ ഗൾഫിലോ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെ ആയിക്കോട്ടെ, നമുക്കത് പഠിച്ചാൽ നമ്മളെ ഹൃദയത്തേക്ക് വരും. അത് എന്താ വരുന്നത്, ഏത് മലക്കാ വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമാൻ്റെ ആയാലും ക്രിസ്ത്യാൻ്റെ ആയാലും ഏത് മതത്തിൽപ്പെട്ട നമ്മളെ മനസ്സ് നമ്മൾ ആരോടും പകയും കറവൊന്നും ഇല്ലാതെ പഠിച്ചവനോട് 24 മണിക്കൂറും എല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ടവരോട് പറഞ്ഞു നമ്മൾ ആരും വേദനിപ്പിക്കാതെ നമ്മൾ ഈ സൂര്യക്കും ഭൂമിക്കും കടലിനും എല്ലാത്തിനും ഭൂമി സെക്കൻഡാണ്. ഈ സെക്കൻഡ് പ്രകാരമാണ് ഈ ഭൂമി എന്നാകെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശം എല്ലാത്തിനും ഒരു സെക്കൻഡാണ്. അത് രാത്രി ആകുമ്പോഴത്തേന് 12 മണിയാവും. അത് പിറ്റേ ദിവസം 12 മണിയാകുമ്പോഴത്തേന് 24 മണി. അപ്പോഴും മിനിറ്റിൻ്റെ ആണ് ഈ സെക്കൻഡും ഭൂമിയൊക്കെയും കറങ്ങണേ. ഈ ഭൂമി ഇങ്ങനെ വെളിച്ചം ഉദിക്കണമൊക്കെ സെക്കൻഡ് പ്രകാരം മിനിറ്റിലോ 60 സെക്കൻഡ് ഇതൊക്കെ ഒരു മിനിറ്റ് വരുമ്പോൾ ആ സെക്കൻഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയം നമ്മൾ നന്നാക്കി വെക്കണം. ആരോട് കറിയും പകയൊന്നും പാടില്ല, ആരോടും കറപക കുൻറ്റും കിബറും പാടില്ല. നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ വേദനിപ്പിച്ചോട്ടെ, നമ്മൾ അതിനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് ശാപം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കുക, അതൊന്നും ചെയ്യരുത്. നല്ല മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ആ സെക്കൻഡ് പ്രകാരമായിരിക്കണം നമ്മളെ ഹൃദയം നമ്മൾ നന്നാക്കി വെച്ചേക്കാണ്. നമ്മൾ സ്വത്തിൻ്റെ മുതൽ പെങ്ങന്മാർക്ക്, ഞാൻ പറഞ്ഞില്ല, പെങ്ങന്മാർക്ക് സ്വത്ത് കൊടുക്കാതെ പിടിച്ചടക്കുക, അഞ്ചന്മാർക്ക് മുതൽ കൊടുക്കാതെ പിടിച്ചടക്കുക, അഞ്ചന്മാരെ വേദനിപ്പിക്കുക, ഏട്ടനെ വേദിക്കുക, ഉമ്മാടെ ഇപ്പടെ മുതൽ നമ്മൾ പിടിച്ചടക്കുക. എന്നിട്ട് നമ്മൾ പള്ളിൻ്റെ അകത്തേക്ക് കിടക്കുക, 5 നേരം നിസ്കരിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യണമൊക്കെ ഉണ്ടല്ലോ. മുകളിലൊരാൾ കാണുന്നുണ്ട്. കാരണം നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ലവനായി നടക്കും, ഞാൻ നല്ല മനുഷ്യനാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ പടച്ചോൻ്റെ മുന്നിൽ കടന്നാണ്ടല്ലോ, ഈ കണ്ട ജനങ്ങളെ മുന്നിലൊക്കെ നമ്മൾ അവസാനം ഒന്നല്ലാത്തവനായി മാറും. അപ്പം ജനങ്ങളെ മുന്നിൽ കാണിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മളെ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നാലും നമ്മൾ അവിടെ അതേമാതിരി ചെയ്യേണ്ട കാര്യമാണത്. സത്യം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുവിധ മനുഷ്യന്മാർക്കൊക്കെ അറിയാം. മാനുവോ ഇജ്ജ് പറഞ്ഞതിലൊക്കെ, കാരണം ഓരോന്ന് ഈ മനസ്സ് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ഓനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മരിച്ച ശേഷം നമുക്ക് കാണാൻ കഴിയണില്ല എന്ന് പറയണ്ടല്ലോ. അത് നല്ല മനുഷ്യന്മാർക്ക് കാണാം. ഓരോ മനുഷ്യൻ്റെ ആത്മാവ് മരണപ്പെട്ടു പോയാലും ഓനിക്കത് ഓരോ ഹൃദയത്തേക്ക് കടന്നു വരുന്നത് ഓനിക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. അതങ്ങനെയാണ് അത് സംഭവം. ഈ മരണപ്പെട്ടു പോയ തങ്ങന്മാരോ ഈ ഔലിയാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ദൈവത്തെ പടച്ചോനെ കണ്ടുമുട്ടിയ ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കും, ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇവിടെ കാണുമ്പോൾ എല്ലാവരും കളിയാക്കും. കാരണം ഈ കളിയാക്കണവർക്ക് പോലും ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അവർക്ക് ചിന്തിക്കാൻ അവർക്ക് നല്ല അറിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ വേണ്ടിടത്തേക്ക് അത് ഉൾപ്പെടുത്താൻ അവനെ കൊണ്ട് പറ്റൂല. അപ്പോൾ എന്തായാലും ഞാൻ പറയണേ, നിങ്ങളാരും വേദനിപ്പിക്കേണ്ട, ആരെയും കുറ്റം പറയണ, ആരെ പറ്റി എന്തായിക്കോട്ടെ. ഇപ്പം ഇന്നലെ എൻ്റെ കുട്ടിയുടെ വീഡിയോസ് കല്യാണമൊക്കെ നടന്ന് എത്ര ആൾക്കാർ കണ്ട്, എത്ര ആൾക്കാർ നല്ല കമൻറ്റുകൾ എഴുതി, മറ്റുള്ളവരൊക്കെ പറഞ്ഞ് എടാ അത് പെൺകുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കണം, ആൺകുട്ടികൾ അവർ ചാടി കളിച്ചോട്ടെ, അവിടെ നിന്ന് ഞാൻ അതിന് കുറ്റം പറയില്ല. എന്താ വെച്ചാൽ ആ മക്കൾക്ക് ആകപ്പാട് കിട്ടുന്ന ഒരു ദിവസത്തെ കല്യാണത്തിൽ കിട്ടുന്ന ആ കുട്ടിക്ക് കിട്ടുന്ന സ്വർഗ്ഗമാണത്. പിന്നെ ആ കുട്ടി നാളെ നരകത്തേക്കാണ് പോയി ചാടണം, സ്വർഗത്തേക്കാണ് ചാടണം എന്നുള്ളത് ഇനി അള്ളാഹ്ക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. ഒരു വീട്ടിൽ ആ ചെക്കൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും എൻ്റെ മനസ്സിൽ എന്തൊക്കെ കുറ്റും കിബറുണ്ടെന്നുള്ളത് എനിക്ക് മറ്റുള്ളവർക്ക് അറിയില്ല. ഞാൻ ആ പെണ്ണിനെ വേദന ആക്കുമോ കരയിപ്പിക്കുമോ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങൾ, ഞാൻ ഒക്കെ നമ്മൾ നോക്കണോ. കാരണം ഒരു പെൺകുട്ടീനെ എൻ്റെ ഒരു പെൺകുട്ടീനെ ഞാനൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ആ വീട്ടുകാരെ മനസ്സെന്താന്നുള്ളത് എനിക്കറിയില്ല. ആ പുറത്ത് കണ്ടിട്ടുള്ളത് തന്നെ ഉള്ളൂ. അകത്തേക്ക് കിടക്കണം, അകത്തേക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി അകത്തേക്ക് കണ്ട് കിടക്കണം. അകത്തേക്ക് നമ്മൾ കടന്നിട്ടില്ല, നമ്മൾ പുറം കണ്ടിട്ടാണ് നമ്മളൊരു കുട്ടിക്ക് കല്യാണക്കാരെ നടത്തി കൊടുക്കുന്നത്. പിന്നെ അകത്തേക്ക് കിടക്കണതാണ് നമ്മളെ പൈതൽ. അകത്തേക്ക് കിടക്കുമ്പോഴാണ് ആ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുള്ളൂ. അപ്പം തന്നെയാണ് ആ ചെറുക്കൻ്റെ സ്വഭാവം അറിയുക. അപ്പോഴാണ് നമ്മളെ കുട്ടി കണ്ണീര് പിടിപ്പിക്കുക. പിന്നെ നമ്മളെ കുട്ടിക്ക് പിന്നെ ജീവിതകാലം വരെ കുട്ടി കരഞ്ഞും കൊണ്ടാണ്. ആ കുട്ടി ആ സമയത്തൊന്ന് ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പെങ്ങന്മാരും കുട്ടികളൊക്കെ ഇവിടെ ഒന്ന് ചാടി കളിക്കുകയാണ്. കാരണം വെച്ചാൽ അവരെ ചാടി കളിക്കാൻ ഒന്ന് കുട്ടിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. ആ അവസാനം ആ കുട്ടി ഇറങ്ങി പോണ സമയത്ത് വാപ്പാനിമാനും കൊത്തി പിടിച്ചിട്ടുണ്ട് ഒരുപാട് നേരം പൊട്ടിക്കരയാണ്. എത്ര നേരം ആ കുട്ടി കരഞ്ഞെന്ന് അറിയോ? കാരണം എന്താ കുട്ടി കരയെന്താണ്, ഇനി ഞാൻ ആ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. കുട്ടിക്ക് വീടെക്കാൻ പറ്റുമോ, കൊട്ടാരം പണി ചെയ്ത് തരാൻ പറ്റുമോ, ഓനെ എങ്ങനത്തവനായി മാറും,
ഓൻ എങ്ങനത്തെ ആളാണ് ഇതൊന്നും കുട്ടി അറിയില്ല. പിന്നെ കുട്ടി അതൊക്കെ ആലോചിക്കണം കുട്ടിയുടെ മനസ്സിൽ. അവസാനം കുട്ടി ഉമ്മാനിപ്പാനി കൊത്തിപ്പിടിച്ച് കരയാണ്. അപ്പോഴാണ് ഉമ്മാനിപ്പാനി ഹൃദയം വേദന. അപ്പം നമ്മളെ മക്കളെ കുട്ടികളെ കല്യാണത്തിനൊന്നും പെൺകുട്ടികളെ കാര്യം പറയും എന്തുണ്ടെങ്കിലും അവരെ ആഗ്രഹങ്ങളൊക്കെ സഹായിപ്പിച്ച് കൊടുത്താൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു മരണ വീട്ടിൽ നിന്ന് പോണ പോലെയാണ് നമ്മളൊരു കുട്ടികളെ ഇറങ്ങിപ്പോയാൽ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഉറക്കമില്ല. 24 മണിക്കൂർ 2 ദിവസം വരെ നമ്മളെ കുട്ടികളെ കണ്ടിട്ട് ഇങ്ങനെ കരയുക. എൻ്റെ കുട്ടി എത്രമാത്രം ഇവിടെ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തരണേ. ഇപ്പോൾ ആ കുട്ടിയാണ്ട് പോയേക്കുമ്പോൾ ആ വീടിനെന്തോ ഒരു 75 കിലോ കുറഞ്ഞ പോലെ തോന്നും. പെൺകുട്ടികളൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ രസമാണ് ഉപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാടിക്കാച്ചിട്ടുള്ള വരല്. സാധാ ഞാൻ ഇവിടെ വെക്കണെങ്കിൽ ഫോൺ കോൾ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടെ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയാം. എൻ്റെ വണ്ടി കേടന്നിട്ട് ഞാൻ ആകെ പ്രയാസത്തിലാണ്. കാരണം ഇപ്പോൾ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നാലും 25-ാം തീയതി പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ മനസ്സിൽ വരുന്നൊക്കെ വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരോടും പറയണ്ടേ, നിങ്ങൾക്ക് എന്തെങ്കിലും വരാൻ പോകണമെങ്കിൽ മുൻകൂട്ടിയിട്ട് അങ്ങനെ ചെറുതായിട്ട് വേദന അനുഭവപ്പെടുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. സാധാ ഞാൻ ഇവിടെ വെക്കുകയാണ്. എന്തായാലും കുറേ നീണ്ടുപോയി. 18 മിനിറ്റിൻ്റെ വീഡിയോ ആയി. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ആണ് 22/9/2025. പിന്നെ കുറച്ചും കൂടി പറയണ്ടായിരുന്നു, ഞാനത് മറന്ന് വരണ വൈക്കന്ന്. അതിൻ്റെ ഇടയിൽ ഒരു മണിയായി. ഞാൻ 12 മണിക്ക് വണ്ടി കൊണ്ടുകൊടുത്തിട്ട് 12 മുന്നേ കൊണ്ടുകൊടുത്തിട്ട് നടന്ന് വന്നിട്ട് അവസാനം എൻ്റെ മോന് പനിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഓനക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ആയിട്ട് നാരങ്ങ വെള്ളം ഇത് നെല്ലിക്ക. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഒരു കുറച്ചുകൂടി ബാക്കിയും കൂടി പറയണം. എനിക്കെല്ലാം പറയണം. പിന്നെ കാന്താരി മുളക് ഇത് എൻ്റെ മോളെ ഉമ്മ അവിടെ വീട്ടിൽ പോയപ്പോൾ മോളെ ഉമ്മ അവളെ അവർ പൊട്ടിച്ചു തന്നതാണ്. അപ്പോൾ മോളിപ്പോൾ ദുബായിലുള്ളത്. എന്തായാലും പറയട്ടെ വേഗം. വണ്ടി കൊണ്ടുകൊടുത്ത് വന്ന് കാരണം അവിടെ കൊണ്ട് പറഞ്ഞ് തീർത്തെന്ന് വിചാരിച്ച് തീർന്നിട്ടില്ല. കാരണം ഇനിയും കുറച്ചും കൂടി പറയാണ്ട് കഞ്ഞി കുടിച്ച് എന്നിട്ട് ഞാൻ കുറച്ച് അങ്ങനെ ഇനി കുറച്ചും കൂടിയും പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതൊക്കെയും ഞാൻ പറയുന്ന ആളാണ്. ഒന്നും മറച്ചു വെക്കാത്ത എനിക്കൊന്നും പറ്റൂല. നിങ്ങളെ മാതിരി ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ച് കിടക്കണ പരിപാടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റാത്തൊരു സംഭവമാണ്. എല്ലാം അങ്ങനെ തുറന്ന് പറയണം. ഇതേമാതിരി ജീവിതത്തിൽ കൂടെ കടന്നു പോയ പലതും ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ അറിയണം. നാളെ നിങ്ങൾക്കും ഇതേമാതിരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആരും അങ്ങനെ ചിലരാണ്ട് എങ്ങനെ നിങ്ങളോട് പറയും. ചിലർക്ക് അത് അറിയായിട്ടാണാവോ, ചിലർ അറിഞ്ഞുകൊണ്ട് അത് മിണ്ടാതെ കൊണ്ടടക്കുക എന്നുള്ളതും അറിയില്ല. ഇതേമാതിരി ഒരു 15 കൊല്ലം 15-20 കൊല്ലത്തിലെ താഴെ അയക്കണം. 20ൻ്റെ അപ്പുറം കടന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതൊരു പെങ്ങളെ കുട്ടിയുടെ കല്യാണം ഇതേമാതിരി കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് കല്യാണമാണോ എന്തോന്ന് വീട്ടിൽ ഉണ്ട് സംഭവം. തറവാട്ടിങ്ങ് എല്ലാവരും ഉണ്ടായിരുന്നു. കുടുംബം മൊത്തം നമ്മളെ വർക്കക്കാർ. ഞങ്ങൾ കരിയങ്ങാട്ട് കാവ. അപ്പോൾ KK എന്നാണ് ഞങ്ങളെ ഈ വീട്ടും പേര്. അപ്പോൾ KKക്കുള്ള ഞങ്ങളെ കുടുംബക്കാർ മൊത്തം ഉണ്ടപ്പോൾ രാവിലെ പുലർച്ചെ ഇതേമാതിരി കുട്ടീനെ മദ്രസയിൽ കൊണ്ടാക്കണം. എൻ്റെ മൂന്നാമത്തെ പെങ്ങളെ കുട്ടി അബുദാബി പഠിക്കുക വളാഞ്ചേരി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ കിടന്ന് ഉറങ്ങണം കേട്ടോ. എന്ന് പറഞ്ഞു മാനിൻ്റെ കുട്ടീനെ മദ്രസയിലേക്ക് ഒന്ന് കൊണ്ടാക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നീച്ചപ്പാട് പെട്ടെന്ന് ഒരു മനസ്സിൽ വിഷമം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു നായ പെട്ടെന്ന് കടന്നു വരുമ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാവും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ ഹൃദയത്തിൻ്റെ വേദന. അതേമാതിരി നമ്മളൊരു പെട്ടെന്ന് ഒരു രാത്രി എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമല്ലോ. അത് ശരിക്കും ഉണ്ടാവില്ല. ഹൃദയം ഒന്നാകെ ഭയപ്പെടുന്ന ഒരു ഉള്ളിലൊരു ചെറിയൊരു ഇതുപോലെ വരും. ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു. എൻ്റെ പെങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാകുന്ന ഓൾക്ക് അറിയില്ല. ശരിക്കറിയാം. പെങ്ങളോട് പറഞ്ഞു, എന്താണോ എന്തൊരു വിഷമം വരുന്നുണ്ട്, ഉള്ളിലൊരു പേടി വരുന്നുണ്ട്, എന്തോന്ന് വരാൻ പോകുന്ന പോലെ ഉണ്ട് കാരണം. അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു, മാനിയോ ഇജ്ജ് ഒന്നും പറയലടാ, ഇജ്ജ് എന്ത് പറയാനും വേണ്ടി എൻ്റെ കുട്ടിയുടെ മദ്രസയിലേക്ക് രാവിലെ എത്തിക്കണം, ഇജ്ജ് എങ്ങനെയും കൊണ്ടാക്കണം മാനുകാരൻ. ഞാൻ പറഞ്ഞു, എന്തോന്ന് വരാൻ പോകുന്ന പോലെ മനസ്സിലുണ്ട്. എനിക്ക് അത്രയും ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന സംഭവങ്ങളാണ്. ഓള് പറഞ്ഞു എങ്ങനെ എൻ്റെ കുട്ടിയെ കൊണ്ടാക്കിയാണ്. അപ്പം ഞാൻ കുട്ടീനെ കൊണ്ടാക്കുന്ന സമയത്ത് കുറ്റിപ്പുറം അവിടെ പാലം കഴിഞ്ഞിട്ട് 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ആകെ പോലീസും ഇതൊക്കെ ആ ജനങ്ങളൊക്കെ നിറഞ്ഞു കൂടിക്കുക. അപ്പോൾ തന്നെ മനസ്സിലായി അപകടം എന്തോ എവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് അറിയണില്ല എന്താണ് എന്തോന്ന് വന്ന് പെട്ടിക്കണേ, അതായത് ആ വഴി തടസ്സമാക്കി മാറ്റിക്കണേ. അവസാനം കുറച്ച് നേരം നിന്നിട്ട് എന്താണെന്ന് പിന്നെ ജനങ്ങളെ കുറച്ച് ബ്ലോക്കൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് വണ്ടി പോകാനുള്ള സൗകര്യം ആക്കി വേഗം കുട്ടീനെ കൊണ്ടാക്കി കൊടുത്ത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളാട്ടോ ഈ പറഞ്ഞത്. ഇതേമാതിരി തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കയറി വരികയാണ്. കയറി വന്നപ്പോഴത്തേന് ഞാൻ തളർന്നിക്കണേ. അപ്പോൾ ഇനിയും ഒരു തെങ്ങും കൂടി ഉള്ളൂ ഇവിടെ. ഇനി ഇവിടെ നിന്നാണ്ട് കുറച്ചാണ് നടന്നപ്പോൾ ഇനി തെങ്ങുണ്ട്. അന്തേരിയ വൈക്ക് ബോംബെയിൽ.
സാന്താക്രൂസ് എന്ന് പറഞ്ഞ ആ വഴിക്ക് കുറച്ച് മുനിസിപ്പാലിറ്റിനെ കുറിച്ച് തെങ്ങുണ്ട് റോഡ് സൈഡിൽ ഭയങ്കര അപകടം പിടിച്ച തെങ്ങാണ്. അപ്പോൾ എൻ്റെ കൂടെ പണിക്കിപ്പോൾ നിൽക്കണ്ടല്ലോ രാജു, കൊല്ലം ഒരുപാടായിട്ട് എന്നൊന്നിലും എന്തായതല്ല, ഏകദേശം ഒരു 8-9 കൊല്ലമായിട്ടുണ്ടാവും, 9 കൊല്ലത്തിന് മീതായിട്ടുണ്ടാവും എന്ന് തോന്നണേ. അപ്പം ഞാൻ ഈ തെങ്ങ് കയറി വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ക്ഷീണിച്ചിക്കണേ. അപ്പോൾ ഇതിന് ഇനി ഇതിമ കയറണം. ഇത് വെച്ചാൽ തെങ്ങ് നല്ല ഹൈറ്റുള്ള തെങ്ങും. ഞാൻ രാജുവിനോട്, ആ കടയിരിക്കണ ചെക്കന പണിക്കാരൻ കുട്ടിയാണ്, അവൻ്റെ പേര് രാജു എന്നാണ്. ഞാൻ ഇട്ട പേരാണ്, അവൻ്റെ പേര് വീരേന്ദ്രൻ എന്നാണ്. ഞാനൊരു പേരിട്ടതാണ്, കാരണം വെച്ചാൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റിയ പേര്. അപ്പോൾ ഞാനും അവനോട് പറഞ്ഞ് വെയ്യ തളർന്നിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഓൻ പറഞ്ഞ് എന്നാൽ നിർത്തിക്കാളെ, നമുക്ക് പിന്നെ വന്നിട്ട് കയറാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ കാരണം ഞാൻ ആ തെങ്ങ് അപ്പത്തിനും ഒരു വിഷമം വന്നിക്കണേ. എന്താണെന്നൊക്കെ അറിയണില്ലല്ലോ, എന്തിൻ്റെ വിഷമമാണോ എന്താണോ, നമുക്കൊരു അപകടം വരികയാണോ എന്താണെന്നുള്ള അറിയണില്ല. നമുക്കിതിപ്പോൾ ഒരാൾ ഒന്ന് ഉള്ളിലൊരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഉള്ളിലൊരു വിഷമം വന്നിക്കണം, നിർത്തിക്കളച്ച് കയറണ്ട. നമ്മളെ മനസ്സിൽ ആരോ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് വീഡിയോ എത്ര ആൾക്കാർ കാണുന്നൊക്കെ അറിയില്ല. നമ്മളിപ്പോൾ നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണേ, നമ്മൾ നല്ല മനസ്സോടക്കണേ നമ്മൾ ആലോചിക്കണത്. നാളെ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകണം, അല്ലെങ്കിൽ ഇന്ന് പോയാലോ ഒന്ന് നിങ്ങളെ മനസ്സ് പറയട്ടെ, ഇന്ന് പോയാലോ. അപ്പം തന്നെ മനസ്സിനുള്ളിൽ വേറൊരു സീനൽ കാണിക്കും, നമ്മൾ കാണിക്കണുണ്ടല്ലോ. ഇന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം തീരുമാനം എടുക്കണമാണ്. അങ്ങനെ 2 ആത്മാവ് ഉണ്ടാവും നമ്മളെ ഹൃദയത്തിൽ, നമ്മൾ അറിയണില്ല. നമ്മൾ ചേർക്കേണ്ട ഒറ്റ ആത്മാവ് 2-3-4 ഇതിനുള്ളിൽ. ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിടണതും അവിടെ പോയിട്ട് അവിടെ എന്താണ് നടക്കണതെന്നും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ തന്നെ രണ്ടവന് കാണിക്കണതും നമ്മളെ മനുഷ്യൻ്റെ അതൊക്കെ പറയുന്നതെന്ന് ഒരുപാടുണ്ട്. അപ്പോൾ ആ ആത്മാവിനെ പറ്റി നമ്മൾ കുറേ പഠിക്കാണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു മനുഷ്യനെ പറ്റി ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേട്ട് മടുത്തിക്കണ്. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ പാങ്ങൾക്ക് എൻ്റെ ജീവിത ചരിത്രങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അവരൊന്നും ജസ്റ്റ് കേൾക്കാൻ വേണ്ടിയില്ല. നമ്മളിവിടെ നിന്നിട്ട് ഏതൊരു മനുഷ്യനെ പറ്റി ചിന്തിക്കണോ. രാവിലെ അനിയൻ വന്നപ്പോൾ കട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ആരെ പറ്റി ചിന്തിക്കണോ ആ ആൾ നമ്മളെ മുന്നിലേക്ക് കടന്നു വരും. അതെല്ലാവർക്കും അറിയണം. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പറ്റി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആൾ മുന്നിലേക്ക് കടന്നു വരുന്നതും ഫോൺ കോൾ വരുന്നതും ഒക്കെ ഒരു സാധാരണ ഒരു മനുഷ്യർക്കുള്ളതാണ്. ഇതേമാതിരി എൻ്റെ പണിക്കാരൻ കുട്ടി പറഞ്ഞ് നിർത്തിക്കളയെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ആ തെങ്ങ് കയറാൻ പോയാൽ നോക്കുമ്പോൾ ആ തെങ്ങുണ്ട് അവിടെ വീണെടുക്കണേ. ആ അവസാന നേരത്തെ അവിടുന്ന് കയറി വന്നിട്ട് ഇവിടെ കൊണ്ട് കയറേണ്ട തെങ്ങായിരുന്നു. ആ തെങ്ങ് അവിടെ വീണിടുന്നത് നോക്കണം. അല്ലെങ്കിൽ അപ്പം ഞാൻ കയറുക എന്നുണ്ടെങ്കിൽ ഇന്നാലില്ലാഹി ഇന്നായില്ലാഹി റാജിഊൻ, എത്രയോ കൊല്ലം മുന്നേ ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടാവും. അവിടെയും പടച്ചോൻ്റെ കാവലുണ്ടായി. അതേമാതിരി മന്ത്രാലയത്തിൽ, ബോംബെയിൽ മന്ത്രാലയം എന്ന സ്ഥലത്ത് കരീം ഖാൻ്റെ ഇളനിക്കടറ അവിടുത്തെ തെങ്ങ് ഇങ്ങനെ പൊയ്ക്കുക. അത് ഒരിക്കലും പെട്ടെന്ന് വീട് പൊട്ടുന്നു പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പല തവണ കയറിയതാണ്. പക്ഷേ വിടാതെ ആ വഴിക്ക് കൂടെ കയറാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അവിടെ വേഗം കയറിക്കൂടെ പാത്തൊക്കെ ഇന്ന്. അപ്പോൾ ഞാൻ 2 ആഴ്ച വരെ ഞാൻ അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതിന് കോള് വരികയാണ്, വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ട ആളാണ്. അപ്പോഴും പടച്ചോൻ അവിടെ ഒന്ന് പിടിച്ച് നിർത്തി, മലക്കുകൾ അവിടെ നിർത്തി, പോണ്ട മോനെ പോണ്ട എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച വരെ ഞാൻ അങ്ങോട്ടേക്ക് പോകണം ചെയ്തിട്ട് അവിടെയൊക്കെ തെങ്ങാണ്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ ചെന്ന് നോക്കുമ്പോണ്ട് കരീം ഖാൻ്റെ മുന്നിലുള്ള ഇളനി തെങ്ങുണ്ട് വീണിട്ട് കെടുക്കണം. അങ്ങനെ കരീം ഖാൻ എന്നോട് പറഞ്ഞ് പൊന്നാര മാനിയോ, ഈ തെങ്ങ് വീണപ്പോൾ ഞാൻ എന്നെ ആലോചിച്ചത്, എന്നും കേരളമുള്ള ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരാതെ ഇരുന്നപ്പോൾ ആ തെങ്ങ് അത് അവിടെ വീണെടുക്കണം. ആർക്കൊന്നും സംഭവിച്ചില്ല. ഒരു കാർമ എന്തോ ചെറിയതായിട്ട് പരിക്കുണ്ടെന്നോ അങ്ങനെ എന്തോ മൂപ്പരാർ കരീം ഖാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പലതും ജീവിതത്തിൽ കൂടെ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ തെങ്ങ് കയറാൻ പോയപ്പോൾ അതും ഇതേമാതിരി ഉണ്ട് വീണെടുക്കണേ. അതേമാതിരി നമ്മളെ ചർണി റോഡ് പള്ളീൻ്റെ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങ് ഇതേമാതിരി കയറിയപ്പോൾ അന്ന് തെങ്ങേറ്റക്കാരുണ്ടായപ്പോൾ ആ തെങ്ങേറ്റക്കാരനോട് പറഞ്ഞ് ഈ തെങ്ങ് മഞ്ഞ് കയറാൻ പറ്റില്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞ്. ഒരു തമേനാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ തെങ്ങ് നല്ല ആയിട്ടുള്ള തെങ്ങാണ്, ആ തെങ്ങ് അവിടെ വീണെടുക്കണേ. അതേപോലെ എന്തും നമ്മളെ മനസ്സിൽ ഒരു വിഷമം വരും. ആ ഒരു വിഷമം വരുമ്പോൾ നമ്മളൊന്ന് വെറുതെ സ്വയം ചിന്തിക്കുക, എന്താണ് അവ മനസ്സിലൊരു വിഷമം ഇതുവരെക്കും ഉണ്ടായിട്ടുണ്ടാവില്ല, ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവില്ല, മിഞ്ഞാന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഇല്ല. ഇപ്പോൾ ഈ ഇരിക്കണ ഇരുത്തത്തിൽ നമുക്കൊരു എന്ത് വിഷമം എന്നല്ല നമുക്കറിയില്ല, ഒരു വിഷമം വരും. സ്വയം ഓട്ടോമാറ്റിക്കിന് മനസ്സിലൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ അതിനെ ഒരു ഗൗരവത്തോടെ അതിനെ ഒന്ന് കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഒരു അപകടം വരാൻ പോകണ്ട. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആ വിഷമം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പോയിക്കണല്ലോ, ഇപ്പം എനിക്കത് കാണാനില്ലല്ലോ.
ഇപ്പം എനിക്ക് കുഴപ്പമില്ലല്ലോ, നല്ല ഇങ്ങനെയൊക്കെ ഒരു സീനറി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വാഹനം വണ്ടി എടുത്തിട്ട് നമുക്ക് പോകണോണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ആ ഒരു വിഷമം അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ ഒന്ന് ആ ഒരു ദിവസം മൊത്തം പതുക്കെ പോകാൻ ശ്രമിക്കുക. അത് ആ ഒരു വിഷമം എന്തെങ്കിലും ഉള്ളിൽ നമ്മൾ കടങ്ങളായിട്ടുള്ള വിഷമം വേറെ ഉണ്ടാവും, കടബാധ്യത കൂടിയതിൻ്റെ വിഷമം ഉണ്ടാവും, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ വിഷമം ഉണ്ടാവും, ഓരോന്നിനും ഓരോ തരത്തിലുള്ള വിഷമം ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഈ റൈറ്റ് സൈഡിൻ്റെ ഈ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് വരുന്നത്. എവിടെ ഒരു സ്ഥലത്ത് എപ്പോഴും കാണാനായി എന്താ അള്ളാഹ്ക്കറിയാം, എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ്. അയച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പറയും, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എന്താ എനിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയില്ലായിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞാലും ഓരോ ആൾക്കാർ അങ്ങനെയും പറയും, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ എനിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല, ഇജല്ല ഇങ്ങനെ വീഡിയോയിൽ കൂടെ ഒക്കെ പറഞ്ഞിരുന്നേ. അതുണ്ടാവും. ഞാനിതിപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ കൂടെ ഒരുപാട് കടന്നു പോയ സംഭവങ്ങളല്ലേ ഇപ്പം ഞങ്ങളോട് പറയണേ. പെട്ടെന്ന് ഓർക്കപ്പുറത്ത് വിഷമമില്ലാത്ത സാധനം പെട്ടെന്ന് നമ്മളെ മേത്തുക്കൊന്നിട്ട് വന്ന് ചാടും. മറ്റേ എന്താ വെച്ചാൽ നമുക്കൊരു സീനറി തരും. എന്തിനൊരു സീനറിയല്ലോ, ഒരു വാഹനം ട്രെയിന് പോയി കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചുവപ്പ് കത്തുമ്പോൾ ആ ഓടുന്ന വണ്ടി അവിടെ ഓഫാക്കി നിർത്തി വെക്കും. കാരണം അതൊരു അപകടം ഒന്ന് വരാൻ പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ വേറൊരു വാഹനം കടന്നു വരിക എന്നുള്ളതിൻ്റെ സീനലാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കായാലും ഒരു സീനലുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാകും, മുൻകൂട്ടി ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മളത് ഒരു സീനലിൻ്റെ ഭാഗം, ഒരു അപകടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കണം. അത് നമ്മളെ തള്ളിക്കളയരുത്. ആ തള്ളിക്കളഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു സംഭവം തോന്നിച്ചിരുന്നേ, ഞാനവിടെ പോകേണ്ടിയില്ല, നാളെ പോയാൽ മതിയായിരുന്നൊക്കെ തോന്നിയിരുന്നേ നമുക്കിപ്പോൾ. പക്ഷെ ഞാനത് നാളെ ചിന്തിച്ച് നാളെ പോയാൽ മതി എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇന്ന് പോയേക്കുമ്പോൾ ഞാൻ അപകടത്തിൽ പോയി പെട്ട്. ഇതൊക്കെ ഓരോ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് പലതും വരണുണ്ടെന്ന് പറയുകയാണ്. എനിക്കെൻ്റെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ കൂടെ പലതും കടന്നു പോയിട്ടുണ്ട്. അതുപോലെ എൻ്റെ അനിയൻ നൗഷാദുണ്ട്, ഓൻ്റെ പെണ്ണുങ്ങൾ സ്കൂട്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ ഓളിങ്ങനെ പഠിച്ച് റൗണ്ട് അടിച്ച് വരുന്ന സമയത്ത് ഞാൻ വണ്ടിമേ പോകുന്നത്, കാറായിട്ട് പോകുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളും അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓളെ പേരും അസീന എന്നാണ്, എൻ്റെ പെണ്ണുങ്ങളെ പേരും അസീന. ഞാൻ പറഞ്ഞു അസീന ജി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ അങ്ങനെ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു കിലോ പഞ്ചസാരമായിട്ട് പോരാട്ടായിരുന്നു നമാസ്ക് പറഞ്ഞത്. അപ്പോൾ ഓള് ചിരിച്ചിട്ട് തന്നെ ആയിക്കോട്ടെ പറഞ്ഞു. ഓള് ഓടിച്ചവിടെ ആകെ എടുക്കണം വണ്ടി, അവിടെ കൂടി ഇരിക്കുമെന്ന് വീണ് പണ്ടാറം മാനിക്കാക്ക അതിൻ്റെ നാവുകൊണ്ട് പറഞ്ഞ കാരണം. ഇപ്പം ഞാൻ വീണത് വരെയൊക്കെ ഞാൻ അങ്ങനെ ഓടിച്ച് പഠിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. അത് എന്നെ കണ്ടപ്പോൾ പഞ്ചസാര മേടിക്കാനാന്ന് എന്നോട് പറഞ്ഞു, എവിടേക്കാന്ന് എവിടേക്കാ പഠിക്കണം എന്താ ചെയ്യണമെന്ന് ഇപ്പം പറഞ്ഞു. ഓള് പറഞ്ഞു വണ്ടി പഠിക്കാനെന്ന് പറഞ്ഞ് ഒരു കിലോ പഞ്ചസാരമായിട്ട് പോരെന്ന് തന്നെ. അപ്പോൾ അത് പോയിട്ട് അതൊന്നും എൻ്റെ നാവ് കരിനാവൊന്നുമില്ല കേട്ടോ. ഞാൻ ഏതൊരു മനുഷ്യനോടും പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പോകണ്ട, നിങ്ങളെ ഒന്ന് ആലോചിച്ചിട്ട് പോകാം. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പറയണത് എല്ലാവർക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു തടഞ്ഞു നിർത്തുകയാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ ഈ പോണ വഴിക്കൊക്കെ ഒരു ആണി കണ്ടാൽ, ഏത് സമയത്തും ഒരു ആണി കണ്ടാൽ ഞാൻ പറക്കിയിടും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. എപ്പോഴും ഏതെങ്കിലും നടന്നു പോണ സമയത്ത് അഥവാ ഞാൻ ബൈക്കുമ്പോൾ പോവുകയാണ്, ഞാൻ വണ്ടി സുലഭമായിട്ട് നിർത്തിയ സമയമാണ്, അവിടെ ഒരു ആണി കണ്ടാൽ ആ ആണി എടുത്തിട്ട് വേഗം തെങ്ങിൻ്റെ കടക്കൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു മൂലക്കൊക്കെ മറ്റുള്ളവന് എന്നെക്കാട്ടിയും പ്രയാസപ്പെട്ട് വരികക്കാരം. ഞാൻ എപ്പോഴും പറഞ്ഞാൽ വല്ല ഹോസ്പിറ്റൽ കേസായിട്ടോ അല്ലെങ്കിൽ ആൾക്ക് എത്രയും പെട്ടെന്ന് എത്തണം, ഇന്നൊരാളെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അപകടമായിട്ട് എന്തെങ്കിലും മനുഷ്യന്മാർ കടന്നു പോവുകയാണ്. ആ സമയത്താണ് ഞാൻ പോയിട്ട് ഞാനൊരു ആണി കണ്ടാൽ ഞാൻ എടുത്തിടില്ല. എന്തൊരു സാധനം കണ്ടാലും ഞാൻ ചിന്തിക്കണം തരാം. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. ഓരോ മനുഷ്യനും പെട്ടെന്ന് പ്രയാസത്തിൽ കൂടെ കടന്നു വരാമല്ലോ, എന്തെങ്കിലും ഒരു അപകടമായിട്ട് മനുഷ്യന്മാർ കടന്നു പോകുമ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ വഴി കാണുന്ന ആണികളൊക്കെ ഇട്ടതിൻ്റെ ശേഷം എനിക്ക് പടച്ചോൻ്റെ വീട് കൊണ്ട് ബോംബെയിൽ എത്ര കൊല്ലമായി ഞാൻ വണ്ടി ഓടിക്കണമെന്ന് അറിയാം. ഒരു തവണ എൻ്റെ അടുത്ത് ആണി കയറിയത്. പുതിയ വണ്ടി എടുത്തിട്ട് 4-5 കൊല്ലമായി. ഇതുവരെക്കും ആണി കയറിയിട്ടുണ്ടായില്ല. ഒരു തവണ ആണി കയറിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് പണ്ട് യൂട്യൂബിലേക്ക് വരണ മുന്നേ എനിക്ക് മാനു ഫ്രണ്ട്സിൻ്റെ ഒരുപാട് പേരുണ്ട്, അതിൽ ഞാൻ വിട്ടുകൊടുത്ത്. കാരണം ആണി കയറിയെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഈ ആണി ഇങ്ങനെ പറക്കിയിടുമ്പോൾ എന്താ അറിയോ, നമ്മളെ കണ്ണിലേക്ക് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെ ശ്രദ്ധ ഇരിക്കാക്കാരം. അപ്പോൾ വാഹനത്തിൻ്റെ മുകളിൽ ഓടിച്ച് പോകുമ്പോൾ കാറിൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആണിനെ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ കാണും. അപ്പോൾ നമ്മൾ ആണിങ്ങനെ വണ്ടി വെട്ടിച്ച് നമ്മൾ അതിൻ്റെ തരത്തിൽ കൂടെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടിമേ പോയല്ലേ, നടന്ന് പോകുമ്പോഴൊക്കെ ഒരു ആണി കണ്ടാൽ അത് പറക്കിട്ടാൾ നമ്മളിട്ട പാൻറ്റും ഷർട്ടും നമ്മൾ വിചാരിക്കും നമ്മളെ വില പോകുന്നു. അത് ചിന്തിക്കരുത്. ആ മനുഷ്യ അത് നമ്മളെ എടുത്തിട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ മുകളിലൊരാൾ കാണുന്നുണ്ട്.
പഠിച്ചാൻ പറഞ്ഞതാടാ, എടാ എൻ്റെ അജ്ജി എടുത്തിട്ട കാരണം ആ മനുഷ്യനെ വണ്ടിയിട്ട് വരുമ്പോൾ ആ മനുഷ്യൻ്റെ ടയർമ കയറേണ്ട ആണിയാണത്. പക്ഷെ നീ എടുത്തിട്ട കാരണം അയാൾക്ക് പോകേണ്ടടുത്ത് വേഗം എത്താറായി. അത് എൻ്റെ കൊണ്ട് ഉണ്ടായ ഗുണമാണ്. അപ്പം നീ ഓടുന്ന വണ്ടിൻ്റെ മുകളിൽ എൻ്റെ കാവിലുണ്ടാവുന്ന റബ്ബ് മലക്കുകൾ നമ്മളെ കൂടെ നിൽക്കും. എല്ലാ മതത്തിനും എല്ലാവരോടും പറയും. ഇതൊക്കെ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ കൂടെ ഞാൻ എപ്പോൾ ആണി കണ്ടാലും കൊണ്ടുവരുന്ന സംഭവമാണ്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പന ഞാൻ ഇതേമാതിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, താവനൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് കുറേ ആൾക്കാർ കണ്ടതാണ്. ആ മറ്റവൻ്റെ കൂടെ ആ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയ പാട്, അവിടെ എത്തിയ പാട് തന്നെ ഞാൻ അത് അറിഞ്ഞിട്ടില്ല എൻ്റെ ടയർ പഞ്ചറായത്. അപ്പോൾ പഞ്ചറായിക്കണ്, ഏകദേശം ഇനി കുറച്ച് കാറ്റും കൂടി കുറവുള്ളൂ. ഇത്രത്തോളം കാറ്റ് കുറഞ്ഞ് ഇവിടെ വന്നിക്കണ്. അവിടെ എത്തിയിട്ട് പന വീൽച്ചെയറിൽ ഇരുത്തിയതിന് ശേഷം വേഗം ഹോസ്പിറ്റലിൽ അവിടെ ഇരുത്തിയിട്ട് അവിടെ ഇറക്കുമ്പോഴത്തേന് ആൾക്കാർക്ക് പറഞ്ഞു എൻ്റെ വണ്ടി ഇതാ ടയർ പഞ്ചറായിക്കണെന്ന്. നോക്കുമ്പോൾ ആകെ എങ്ങനെ ആയിക്കണ്. നേരെ മറിച്ച് ഇവിടുന്ന് പോണ സമയത്തായിട്ടാണ് എൻ്റെ പന കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്, വേറെ വണ്ടി വിളിച്ച് അതിലേക്ക് പന ഇരുത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ പാടാണ് ഞാൻ ആ സംഭവം കണ്ട്. അങ്ങനെ വണ്ടി വേഗം ബാക്കിലേക്ക് തിരിച്ചെടുത്തപ്പോൾ അതിന് അവിടെ നിന്ന് നല്ലൊരു മനുഷ്യൻ കടന്നു വന്നിട്ട് ഓൻ്റെ പേര് ഓനെ യൂട്യൂബിൽ ഇട്ടീന് ഞാനായി. ഓൻ എനിക്ക് വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്ത് തന്ന്. ആ ടയർ പൊന്തിക്കലും പിടിക്കലും എന്നിട്ട് വേറെ ടയർ കയറ്റി വെച്ച്, എന്നിട്ട് ഞാൻ ടയർ കടയിൽ കൊണ്ടുകൊടുത്തപ്പോൾ അതിന്മേൽ ആണി ഒന്നും കാണുന്നില്ല. അയാൾ കുറേ ചെക്ക് ചെയ്ത് അയാൾ പറഞ്ഞ് എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റ് ഇറങ്ങിപ്പോയതാണ്, വേറൊരു പ്രശ്നം കാണില്ല. ഇപ്പോൾ കാറ്റടിച്ചപ്പോൾ കാറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും പടച്ചോൻ്റെ കാവലുണ്ടായി. ഇന്ന് 22/9/2025 പനായിട്ട് പെരയെ കൊടുന്ന് നിർത്തുന്ന സമയത്തും കാറിന് പ്രശ്നം കാണിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത്. അതും ഉപ്പാക്കൊന്നും സംഭവിച്ചില്ല. പന പെരയെ കൊടുന്ന് നിർത്തിയതിൻ്റെ ശേഷം പെരക്കേണ്ട എത്ര സമയത്താണ് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നത്. അങ്ങനെ ഇപ്പോൾ വണ്ടി ഷോറൂമിൽ കൊണ്ടുവരുത്തിക്കുക. അതുപോലെ ജീവിതത്തിൽ കൂടെ പലതും കടന്നുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ കാടഞ്ചേരി ഉസ്താദ് വാവല്ലേരെന്ന് പറയും. ആ ഉസ്താദ് ഒരു വരം തന്നതാണ്. ഉസ്താദിൻ്റെ അടി കൊണ്ട് ഉസ്താദ് അടിച്ച് ആ വടി പൊട്ടോളടിച്ചിന്നെ. കാരണം മണ്ണെണ്ണ ഡ്രമ്മ് ഞാനല്ല മറിച്ചിട്ടത്, ആരോ ഏതോ കുട്ടികൾ മറിച്ചിട്ടിട്ട് എന്നോട് ചോദിച്ചു ആരടാ മറിച്ചിട്ടതെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാണ്ട നിന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ആ പാവം ഉസ്താദ് വിചാരിച്ച് ഈ പാവം ഇവനായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അടിച്ചിട്ട് ഒരു വായിക്കാക്കാരെ അന്നത്തെ മണ്ണെണ്ണക്കല്ല വില കൂടിയ സമയമാണ്, മണ്ണെണ്ണ അത് മറിച്ചിട്ടേന്. അപ്പോൾ ഉസ്താദ് ഒരു വരം തന്നിട്ട് ബോംബെക്ക് പറഞ്ഞയച്ചതാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയതാണ്. അപ്പോൾ ഇതുവരേക്കും 15 കൊല്ലം ബോംബെയിൽ നിന്നിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല എനിക്ക്. ഒരുപാട് കരഞ്ഞ ആളാണ് ഞാൻ. ജീവിതം വെറുതെ തള്ളി നീക്കി. വീട് വെക്കാൻ പാകമില്ല, 10 സെൻറ്റ് സ്ഥലം എടുക്കാൻ പാകമില്ല. പെണ്ണുങ്ങളെ 75 പവൻ്റെ പണ്ടേറ്റ് വന്ന് 25 പവൻ്റെ പണ്ടം ഞങ്ങളായിട്ട് എല്ലാവരും കൂടി മഹറൊക്കെ പാടെ കൂടിയിട്ട് പെങ്ങന്മാരും കുട്ടികളൊക്കെ പാടെ ഇട്ട് കൊടുത്തത് വേറെ. 75 പവൻ്റെ അവൾ പണ്ടേറ്റ് വന്ന് 1 ലക്ഷം റുപ്യ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ കൊടുന്ന് തന്ന്. 100 പവൻ്റെ പണ്ടേറ്റ് വന്ന പെണ്ണുങ്ങളെൻ്റെ ഒന്നും ഓളെ ദേഹത്തുണ്ടായില്ല. ഒക്കെ വിറ്റ് തീർത്ത് ഞാൻ. ഓളിങ്ങനെ ചോദിക്കുമ്പോൾ ഓളിങ്ങനെ തരും, കൊണ്ടേക്കോളി നിങ്ങൾക്കല്ലാതെ ആർക്കാണ്, എനിക്ക് തന്ന മുതൽ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെ മുതൽ എനിക്കുള്ളതാണ്, നിങ്ങൾ കൊണ്ടേക്കോളി. എന്നിട്ട് ഓളിങ്ങനെ കയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഊരിയിടും. ഞാനായിരുന്നു ഇങ്ങനെ തിന്നു. ആ പാവം 75 പവൻ്റെ പണ്ടോ 100 പവനൊക്കെ ഒന്നുമില്ല അവളെ ദേഹത്തിപ്പോൾ. അങ്ങനെ നോക്കണോ, ഇങ്ങനെയൊക്കെ ഒരു ഭാര്യമാരെ ജന്മത്തിൽ കിട്ടണമാവും. നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരെ വേദനിപ്പിക്കൊന്നും വേണ്ട. ഭർത്താക്കന്മാർ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട കൊടുത്താളേ. ഭർത്താവല്ല നമ്മളെ ജീവിതത്തിൽ നമുക്ക് സ്വർഗം കാണിച്ചു തരുന്നത്, നമുക്കൊരു വീടുണ്ടാക്കി തരുന്നതും പെരപ്പണി ഉണ്ടാക്കി തരുന്നതും. അവരെ മനസ്സിൽ എത്രമാത്രം നിങ്ങളെക്കാട്ടി എത്രമാത്രം വിഷമം ഉണ്ടാവും. ഒരു 4 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് അതിലൊരു വീട് വെക്കാണ്. എൻ്റെ കുട്ടികളും മക്കളും കൂടി മരണം വരെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തൊരാരുള്ളത്. അപ്പോൾ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ട ഒരു പവൻ്റെ 2 പവൻ്റെ വള നിങ്ങൾ കൊണ്ടുപോയിക്കോളി. സന്തോഷിപ്പിക്കുക, വേദനിപ്പിക്കുക. ഞാൻ തരൂല, എൻ്റെ വാപ്പുണ്ടാക്കി തന്ന മുതലാണ്, ഞാൻ ഉണ്ടാക്കി തന്നതാണ്, അതൊക്കെയുള്ളതാണ്. നിങ്ങൾ പണിക്കൊന്നും പോക്കില്ലല്ലോ നിങ്ങളെ അതൊന്നും അങ്ങനെ പറഞ്ഞിട്ട് അവരെ മനസ്സിനുള്ളിൽ കറ കയറ്റിക്കരുത്. നിങ്ങൾ നല്ലപോലെ വരാം കാക്ക, നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളി, നിങ്ങൾ വിറ്റിട്ട് നിങ്ങൾ എങ്ങനെ വെച്ചാൽ കാര്യങ്ങളൊക്കെ നടത്തിക്കോളി. അങ്ങനെ മനസ്സിന് അവർക്ക് സന്തോഷം കൊടുക്കണം. അവരെ കണ്ണിൽ നിന്ന് വെള്ളം നിറയും. എത്രമാത്രം സ്നേഹിക്കണ ഭർത്താവാണ് എനിക്ക് കിട്ടിയതെന്ന്. അപ്പോൾ എത്രമാത്രം സ്നേഹിക്കണ ഭാര്യനെയാണ് എനിക്ക് കിട്ടിയതെന്നുള്ളത് ഭർത്താക്കന്മാർ സ്വയം മനസ്സിലാക്കിയിട്ട് അവരെന്നെ സ്വയം എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു വീടുണ്ടാക്കാൻ നോക്കും. അത് നിങ്ങൾ കാണിക്കണ സ്നേഹത്തിൽ കൂടെ വേണം. എൻ്റെ പെണ്ണുങ്ങൾ 100 പവൻ്റെ പണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് തിന്നു, ഒന്നുമില്ലാതാക്കി.
അവസാനം 15 കൊല്ലം കൊണ്ട് വീടും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയതാണ്. ഇന്ന് അവൾക്ക് ഇവിടെ 13.25 സെൻറ്റ് സ്ഥലം, നല്ലൊരു വീട്, അവൾക്ക് എല്ലാതും ആയി. ഓള് പഠിച്ചോനെ ഓളെല്ലാം എനിക്ക് എൻ്റെ മുതൽ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഓട് പറയാം, എടി എൻ്റെ ആങ്ങളാർ കണ്ടെന്നത് അച്ചു കൊല്ലും, എനിക്ക് 100 രൂപ പണ്ടായിട്ട് തന്നിട്ട് ഇതൊക്കെ ഇവിടെ ഞങ്ങളോട് പറയാൻ ഒന്നും സംഭവിക്കില്ല, ആരും അറിയില്ല. അമ്മ എൻ്റെ അപ്പം അറിയില്ല, എന്നെ ചീത്ത ഒന്നും അറിയില്ല. എൻ്റെ മുതൽ അവർ കാണാനും പോകണില്ല, ഞാൻ എവിടെ ഞാൻ ഇട്ടടക്കുണ്ടോ ഇല്ല എന്നുള്ള അവർ നോക്കലും ഇല്ല. നിങ്ങൾ കൊണ്ടായിക്കോളി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളാണായി. അപ്പോൾ ചങ്ങരംകുളത്ത് നിന്ന് നമുക്കിന്ന് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ ഇന്ന് ഓൾക്ക് ഇവിടെ സ്വർഗമായിപ്പോൾ. ഓളെ ഞാൻ വേദനിപ്പിക്കുക ഒന്നും ചെയ്യലില്ല. ഓളെ മനസ്സിലെ സന്തോഷം ഓൾക്ക് മാസം മാസം ഒരു 3000, 5000 രൂപ, 6000 രൂപ വേറെ കൊടുക്കുന്നുണ്ട്. അത് ഓൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ഓളോട് ഒന്നും ചോദിക്കലില്ല. ആ പൈസ കൊണ്ട് എന്താക്കി എന്ത് ചെയ്തു ചോദിച്ചാൽ ഒരു കടമെന്ന് 3000, 4000 രൂപ കിട്ടുന്നുണ്ട്, അത് ഓൾക്ക് കൊടുക്കും. വേറൊരു വഴിക്ക് കൂടെ ഒരു 3000 രൂപ വേറെ എന്തോ കിട്ടുന്നുണ്ട്, അത് ഓൾക്ക് കൊടുക്കും. ചിലവിൻ്റെ പൈസ ഞാൻ വേറെ അയച്ചു കൊടുക്കും. അത് ഞാൻ തെങ്ങുമ്പോൾ കയറിയിട്ട് പൈസ അയച്ചു കൊടുക്കും. വേറെ ആ പൈസ ഓൾ ഡ്രസ്സ് എടുക്കുക എന്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം എൻ്റെ കൂടെ നിന്ന പെണ്ണാണ്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് 15 കൊല്ലം കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ കഴിയാതെ ഒരുപാട് കരഞ്ഞിക്കണം ഞാൻ റബ്ബിൻ്റെ മുന്നിൽ. അവസാനം പടച്ചവനെ ഈ ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെന്നുള്ളത് എനിക്ക് കാണിച്ചു തന്ന്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വീടൊക്കെ ആയി. അതിൻ്റെ പുറമെ ഒരുപാട് കുറച്ച് സ്ഥലം, 1 ഏക്കർ സ്ഥലം മൊത്തം ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട് വേറെ. ഒക്കെ എൻ്റെ അധ്വാനം, എൻ്റെ വയർപ്പ്, നല്ല അധ്വാനിച്ച് ചോര നീരായിട്ട് കാലും കൈയൊക്കെ വേദന എടുത്തിട്ട് എന്നാലും പണി നിർത്തണില്ല. പടച്ചോൻ ഇതുവരെയും അള്ളാൻ്റെ കാവലുണ്ടായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതൊക്കെ റബ്ബിൻ്റെ അടുത്താണ്. 2 കുട്ടികളും കൂടി കെട്ടിക്കാണ്ട്, ഒന്നിനെ കല്യാണം കഴിച്ച് നല്ല സ്വർഗ്ഗമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കൂട്ട അവളെ ഉപ്പയും ഉമ്മയും ആ വീട്ടുകാരും എൻ്റെ മരുവനും നല്ല സ്നേഹമാണ് അവളായിട്ട്. അവളെന്ന് വെച്ചാൽ ജീവനാണ് അവർക്ക്. ഓൾ അതിനനുസരിച്ചിട്ട് നിൽക്കുള്ളൂ. ഓൾ ഇവിടെ കല്യാണത്തിനൊക്കെ ചാടി കളിക്കുകയൊക്കെ ചെയ്യും. ഓൾ കല്യാണത്തിൻ്റെ കൂടെ ഞങ്ങളെ പേക്ക കുടുംബം മൊത്തം അങ്ങനെയാണ്. മക്കളും കൂടിയൊക്കെ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന കുട്ടികളാണ്. എന്നാലും ഒരു വീട്ടിലേക്ക് കയറി ചെന്നുണ്ടല്ലോ ആ കുട്ടീനെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ കളിക്കണ മക്കളൊക്കെ ഉണ്ടല്ലോ, ഒരു വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവൾ എന്തൊക്കെയോ ഇവിടെ ആക്കി തീർക്കുന്നു. ഒന്നും ആക്കി തീർക്കില്ല. ഓളെ പോലത്തെ ഒരു കുട്ടിയെ കിട്ടാൻ പ്രയാസമാവും. കാരണം എല്ലാം പഠിച്ച കുട്ടിയാണത്. ഉമ്മാൻ്റെ സ്നേഹം, വാപ്പാൻ്റെ ദേഷ്യം, വല്യപ്പാടെ ദേഷ്യം, അങ്ങനെ ഒരുപാട് ആട്ടും കൂട്ടും പലതും ഒരു കുടുംബത്തിൽ. എൻ്റെ വീട്ടിലെല്ലാ പ്രയാസങ്ങളുണ്ട്. എൻ്റെ വാപ്പ ചീത്ത അറിയും, അങ്ങനെ ഒരുപാട്. എൻ്റെ വാപ്പ പൊളിച്ച ചീത്ത അറിയാം. അതായത് വർത്തനൊക്കെ വാപ്പ പറയും എല്ലാവരും. വാപ്പാക്ക് മരോളാണ് മകനാണെന്നൊന്നുമില്ല. എല്ലാവരും ഒറ്റ വാപ്പാക്ക് ദേഷ്യം വന്ന ഒക്കെപ്പാടെ ആട്ടി വിടും വാപ്പ. അപ്പോൾ ആ കുട്ടികൾ അത് വല്യപ്പാൻ്റെ ഇതും കേട്ട് പഠിച്ച്, വല്യമ്മ സ്നേഹിക്കണത് അതും കേട്ട് പഠിച്ച്, എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അതും പഠിച്ച്, കുട്ടിയുടെ അമ്മയുടെ സ്വഭാവം എന്താണെന്നുള്ളത് അതും പഠിച്ച്, പിന്നെ കുട്ടികളുടെ അമ്മായി 4 അമ്മായിമാരെ സ്വഭാവമുണ്ട്. ഒക്കെ ഒരുപോലെ ആവില്ലല്ലോ. അവരെ നിന്നിട്ട് അതും പഠിച്ച്, അളിയമ്മ ഒക്കെയും പഠിച്ച കുട്ടികളാണ് ഞങ്ങളെ കരിയങ്കാട്ടുകാവിലെ മക്കൾ. നിങ്ങൾ അതിന്ന് ഒരുത്തിനായിട്ട് പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഉമ്മാനും ഉപ്പാനും ഒരിക്കലും വേദനിപ്പിക്കില്ല. കാരണം എല്ലാം പഠിച്ച കുട്ടികളാകുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ അതിന് ഒന്നിനായിട്ട് പിടിച്ചുകൊണ്ടാൽ മതി. അല്ല ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പാഠപുസ്തകം എടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്, ആ വരുന്ന കുട്ടികളെ വേദനിപ്പിക്കരുത്. കുട്ടികൾക്ക് എവിടെയും പോകണോ പറഞ്ഞു വിടുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. മകനും മോളും കൂടി പോകുമ്പോൾ പോട്ടെ, പോയി വരോളം അവരോട് ചേർന്ന് വർത്താനൊന്നും പറയരുത്. സന്തോഷത്തെ കൊണ്ട് വരുമ്പോൾ അവരെ മുഖത്ത് പുഞ്ചിരി കാണിച്ചു കൊടുത്തിട്ട് സന്തോഷം മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന, പുറത്ത് മാത്രമല്ല ഹൃദയത്തിൽ നിന്ന് ആ മക്കളെ വന്നല്ലോ മറ്റുള്ള ചായ ഇതൊക്കെ എന്തെങ്കിലും കുടിച്ചാൽ അവിടെ ചായ എന്തെങ്കിലും ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്, അത് പോയി കുടിച്ചിട്ട് പോയി നിസ്കരിച്ചിട്ട് ഇങ്ങനെയൊക്കെ നല്ല സ്നേഹത്തോടെ മക്കളോട് പറഞ്ഞു. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടികൾ പേടിച്ചിട്ടാണ് വരിക. എന്താ അറിയോ, ഇപ്പം എൻ്റെ മോനെ കല്യാണം കഴിച്ച്, എൻ്റെ മോൻ കല്യാണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പടച്ചോനെ എൻ്റെ എപ്പ അവിടെ ഇരിക്കണ്ടേ, എൻ്റെ എപ്പറന്ന് ചീത്ത വെക്കുമോ, എൻ്റെ അമ്മറന്ന് ചീത്ത വെക്കുമോ, കുട്ടികൾക്ക് ആ ഒരു പേടി വെറുതെ ഓട്ടോമാറ്റിക്കിന് വരും. കാരണം ഞങ്ങൾ എവിടെക്കോ പോയി വന്നപ്പോൾ ഇനിയിപ്പോൾ പകും മക്കൾ ദേഷ്യമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കിന് കുട്ടികൾക്ക് വരും. അത് അപ്പം മകൻ പെണ്ണെട്ടി കൊടുന്നാൽ ആ വരുന്ന സമയത്ത് ആ മക്കളെ നല്ല സ്നേഹിക്കുക. അവർ പോയി വരട്ടെ, എന്നിട്ട് വീണ്ടും പറയാം മക്കളെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കോളെ, നിങ്ങൾ പോയിട്ട് എവിടെക്കാച്ചാൽ പോയിട്ട് പോരും. അപ്പോൾ ആ കുട്ടി വാപ്പാനും ഉമ്മാനും അത്രമാത്രം സ്നേഹിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. അല്ലാതെ പോയിട്ട് മറ്റുള്ളവരോട് പോയിട്ട് ഗണിയും കുത്തിനും പോയി പറഞ്ഞു കൊടുക്കലല്ല. എൻ്റെ മരോൾ അങ്ങനെയാണ്, എൻ്റെ മരോൾ ഇങ്ങനെയാണെന്ന് അവിടെ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. തെറ്റ് കണ്ടാൽ സ്വന്തം വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറയണം.
എൻ്റെ മോളടുത്ത് വല്ല തെറ്റ് കണ്ടാൽ മറ്റുള്ളവരോട് പോയിട്ട് പറഞ്ഞ് കൊടുക്കല്ലേ ചെയ്യേണ്ടത്. എൻ്റെ പേരെ വന്നിട്ട് പറയണം. അങ്ങനെയാണ് ഓരോ മക്കൾ പെൺകുട്ടികൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും പഠിച്ചു വന്ന കുട്ടികളാണ്. അത് കാരണം അതൊന്ന് എൻ്റെ മോള് മൂത്ത മോൾക്ക് എല്ലാം കൊണ്ട് സ്വർഗ്ഗമാണ്. അവളപ്പയും ഇമ്മയും എൻ്റെ മാരിയോനും ഒക്കെയും പൊന്നു പോലെ നോക്കണ വരണ്ട് ഉസ്താദ് വരണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്താദ് കയറി വന്നത്. ഇല്ല ഉസ്താദ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളല്ലോ. ഉസ്താദ് ഇപ്പോൾ സമയം 2:40 22/9/2025. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഉസ്താദ് കയറി വന്ന് ഉസ്താദ് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഉസ്താദ് എല്ലാവരും ഉസ്താദിൻ്റെ പേരെന്താ പറഞ്ഞു? മുസ്ലിം അല്ലേ? എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് കയറി വന്നു. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഉള്ളത് പറയുമ്പോഴാണ് ഉള്ള കാര്യങ്ങൾ. ഉസ്താദ് വെറുതെ ജസ്റ്റ് ഒന്ന് എന്നെ കാണാൻ വേണ്ടി കയറി വന്നതാണ്. കയറി കണ്ട് സംസാരിച്ചിട്ട് സലാം പറഞ്ഞ് മൂപ്പര് പോയി. പിന്നെ ഇതേമാതിരി ബോംബെയിൽ നിന്ന് ഇതേമാതിരി എന്തോ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ 2-3 ഉസ്താദ്മാർ ആ സ്പോട്ടിൽ വന്ന്. നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാണോ? കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതേമാതിരി ഉള്ളത് പറഞ്ഞ സമയത്ത് അതിൻ്റെതായ സത്യത്തിൻ്റെ ആൾക്കാരുണ്ട് വരും. എവിടെയും പോകില്ല. അവർ വരും, ഗേറ്റ് തുറന്ന് മൂപ്പരെ വന്ന് സലാം പറഞ്ഞ് മൂപ്പരാണ്ട് പോയി. അതിൻ്റെ ദിവസം പിന്നെ വീണ്ടും ഷർട്ട് കെട്ടയച്ചതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതൊക്കെ. എനിക്കെല്ലാം പറയണം. എനിക്ക് നിങ്ങളെ മാതിരി ഈ മനസ്സിലിങ്ങനെ വെച്ച് കിടക്കണ പരിപാടിക്ക് പറ്റണില്ല. എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കഴിച്ചിട്ട് ഒരാളെ ദ്രോഹിക്കുക, ഒരാളെ പൈസ വാങ്ങി തിന്നുക, മറ്റുള്ളവനെ കുറേ പറ്റിക്കുക, ഇതൊന്നും എനിക്കില്ല. നിങ്ങളെ ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ടോ നിങ്ങളാരും ഉറുപ്പ്യ എനിക്ക് വേണ്ട. ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ആളല്ല. എൻ്റെ അധ്വാനം, എൻ്റെ ആ പൈസ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് പലരും എന്നെ വാങ്ങി പോയിട്ടുണ്ട്. എത്ര ആൾക്കാർ എന്നെ പറ്റിച്ചിക്കണമെന്നറിയാം. അയച്ചിട്ടൊന്നിപ്പോൾ ഞാൻ തകർന്ന് വീട്ടൊന്നുമില്ല. ഇതുവരെയൊക്കെ അള്ളാൻ്റെ കാവലുണ്ടായിട്ടുണ്ട്. കാരണം ഇന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ച ആൾക്കാരൊന്നും സ്വർഗം കണ്ടിട്ടില്ല ഭൂമിയിൽ. അത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ എൻ്റെ പൈസ വാങ്ങി പോയിട്ട് ഒരുത്തൻ 11 ലക്ഷം ആയിട്ട് പോയി. ഒരുത്തൻ ഇവിടെ ഉള്ളവന് 1.25 ലക്ഷം ഉറുപ്പ്യായിട്ട് അത് പോയി. അതിൻ്റെ പുറമെ ചെറുത് വലുതൊക്കെ ആയിട്ടുള്ള പോയിക്കോട്ടെ, അവർ പോട്ടെ. അവർക്ക് അതാണ് തിന്നിട്ട് സ്വർഗം കിട്ടിയ സ്വർഗം കാണട്ടെ. അവർ എങ്ങനെ അവരൊക്കെ സ്വർഗം കാണും? മറ്റുള്ളവൻ്റെ മനസ്സിങ്ങനെ വേദനിപ്പിച്ചിട്ട് ഒരു സങ്കടം വന്നിട്ട് നമ്മളെ മുന്നിൽ പ്രയാസത്തിൽ കൂടെ കടന്നു വന്നിട്ട് നമ്മൾ കണ്ണി കണ്ടിരുന്ന് വാങ്ങി കൊടുക്കുക. എന്നിട്ട് ഓന് വാങ്ങിയോൻ ചെറുക്കുണ്ടാവും. ഓനാണ് ഈ ഭൂമിയിലെ സ്വർഗം ഉണ്ടാവും. ഓനക്കൊക്കെ സ്വർഗം ഉണ്ടാവും. എങ്ങനെ അറിയാം? അത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഞാൻ ഓനെ പഠിച്ചവൻ അവിടെ എടുത്ത് താത്തും. എൻ്റെ അങ്ങനെ ഒരുപാട് പൈസ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരാളെ പൈസ വാങ്ങി തിന്നുക. നിങ്ങൾ ഇനിയിപ്പോൾ ഒരാൾക്ക് എല്ലാവർക്കും അറിയാം. ഒക്കെ ഇനി ഒരു 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം കൊടുത്തിട്ടെന്നാലും അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിന്നുള്ളൂ. അല്ലെങ്കിൽ ഞാനത് വേറൊരുത്തൻ്റെ പൈസ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരാളെ അറിഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് പെടുത്താൻ നിൽക്കലില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, വേദനിപ്പിക്കും ചെയ്യില്ല. എന്തിനാണ് നമ്മൾ മറ്റുള്ളവനൊക്കെ വേദനിപ്പിച്ചിട്ട് മറ്റവനെ കുറേ പൈസ വാങ്ങി തിന്നിട്ട് എങ്ങനെ നമ്മളൊക്കെ ഇവിടെ ഓരോരുത്തർ എങ്ങനെ ജീവിക്കണമെന്ന് ആർക്കറിയാം? ചിലവരുള്ളൂ, എല്ലാ മനുഷ്യന്മാരും ഇല്ല. ഒരു 100-ൽ ഒരു 10-20 ആൾക്കാർ അങ്ങനെ കാണാം. ബാക്കി ഒരു 80-90 ആൾക്കാരോ ഒക്കെ നല്ല വഴി തിരഞ്ഞെടുത്തിട്ട് തന്നെ പോണവരുള്ളൂ. പക്ഷേ ആ 10 പേരുണ്ടല്ലോ, അവർക്കാണ് നമ്മൾ ആദ്യം പൈസ കൊടുക്കുക. 90 ആൾക്കാർ നല്ല സത്യത്തിൻ്റെ വഴി കൂടെ വരുന്ന ആൾക്കാരാക്കാരം. അവർക്ക് നമ്മൾ പൈസ കൊടുക്കില്ല. അത് നമ്മൾ അങ്ങനെ തന്നെയാണ്. അവർക്ക് നമ്മൾ കൊടുക്കില്ല. കാരണം തരുന്ന ആൾക്കാരാണ് അവർക്ക് കൊടുക്കില്ല. തരാത്ത ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് എണ്ണിട്ട് കൊടുക്കും. കണ്ണി കണ്ടിരുന്ന് വാങ്ങിയിട്ട്. എന്തായാലും സാള്ള ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഞാൻ ഇതും കൂടി പറഞ്ഞ് നിർത്തിയേട്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്താണ് ഇങ്ങനെ മോളെ റേനക്കുട്ടി ഇപ്പോൾ കിട്ടിയാൽ വാതിലടച്ചാ എൻ്റെ മൊബൈല് പാട്ട് വെക്കുമ്പോൾ അങ്ങോട്ട് കേൾക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പല അപകടങ്ങളും അള്ളാൻ്റെ കാവലുണ്ടായിന്ന് പറഞ്ഞില്ലേ. പലതരം അപകടങ്ങൾ ജീവിതത്തിൽ കൂടെ പലതും കടന്നുപോയ സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. നിങ്ങളൊക്കെ ഖുർആൻ എടുത്ത് ഓതിയ ആൾക്കാരാണ്. ഖുർആൻ പാരായണം ചെയ്ത ആൾക്കാരാണ്. നല്ല വിദ്യാഭ്യാസവും അറിവും വിവരവും എല്ലാം ഉള്ള ആൾക്കാരങ്ങൾ. ഞാനൊന്നുമില്ലാത്ത ഒരാളാണ്. സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല. വളരെ ചെറുപ്പം മുതൽ 9 വയസ്സിൽ നാട് വിട്ട ആളാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആർക്കും എന്നെപ്പറ്റി അറിയില്ല. എൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെയോ പലതും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്.
അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പിന്നിൽ നമ്മളെ മാതാപിതാക്കളാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. എല്ലാ മതക്കാരോടും പറയുന്നുണ്ട്, അച്ഛനെ അമ്മ. ഈ ഉമ്മ വാപ്പ എന്ന് പറയുമ്പോൾ ആ തന്തിയും തള്ളയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും എപ്പോഴും പറയുന്ന വാക്കാണ്. ഒരു ഹിന്ദുവായി ഓൻ്റെ അച്ഛനും അമ്മയും, അമ്മ പോയിട്ട് രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പടച്ചോൻ നമ്മളെ ഭാഗത്തേക്ക് മാത്രമേ കണ്ണ് ഓർക്കുന്നുള്ളൂ എന്ന്. അല്ല, പടച്ചോൻ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യന്മാരെ മുഖത്തേക്കും കണ്ണ് ഓർക്കുന്നുണ്ട്. ഒരു ഹിന്ദു, അതൊരു ക്രിസ്ത്യാനി, അതൊരു മുസ്ലിം, ഇതൊന്നും പടച്ചോനിക്കില്ല. പടച്ചോൻ പടച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനായിട്ട് പടച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ മനുഷ്യനെ എല്ലാവരും ഒരുപോലെ അള്ളാഹുള്ളൂ. അതേ വഴി തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നടന്നു പോകണം. നമ്മൾ മതം ഇവിടെ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണപ്പോഴാണ് നമ്മൾ മതമായിട്ട് കാണുന്നുള്ളൂ. ഇവിടെ മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുന്നേക്കാട്ടിയും കൊല്ലങ്ങളുള്ള വർഷങ്ങളോളം ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാർ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലോകത്തോട് വിട പറഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ അതിൽ നിന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മൾ ഇപ്പോൾ വെച്ചിട്ട് നമ്മളിങ്ങനെ അവർക്ക് എൻ്റെ വാപ്പാക്കില്ലാത്ത കറിയും ഭാഗ്യം ഞാൻ മനസ്സിൽ നടക്കണം. ആ വാപ്പാടെ വാപ്പാക്ക് ഇല്ലാത്ത കറിയും ഭാഗ്യം എൻ്റെ വാപ്പ മനസ്സിൽ വെച്ച് നടക്കണം. അതിൻ്റെ വാപ്പാടെ വാപ്പാക്കുള്ള കറിയും ഭാഗ്യം ഇല്ലാത്തത് ആ വാപ്പാക്ക് വാപ്പ മനസ്സിൽ നടക്കണം. അപ്പോൾ അവർക്കില്ലാത്ത കറ ഇന്ന് കണ്ണ് നീച്ചപ്പോൾ നമുക്ക് കറ വെച്ച് നടക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ആർക്കും വേണ്ടി നമ്മൾ ഈ പക വെക്കണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഹിന്ദുവിനെ കണ്ടാൽ നമുക്ക് വിഷമം, ഒരു മുസ്ലിമാനെ കണ്ടാൽ നമുക്ക് വിഷമം, ഒരു ക്രിസ്ത്യാനിനെ കണ്ടാൽ നമുക്ക് എന്ത് കാര്യത്തിന്? ഞാൻ ഈ പടച്ച എനിക്കെന്താ 1 കോടി കൊല്ലം ജീവിക്കാൻ ആയുസ് തന്നിട്ടുണ്ട്. ഒരു 100 കൊല്ലത്തിനുള്ളിൽ 48 വയസ്സ് 50 വയസ്സിൻ്റെ ഉള്ളിൽ കണ്ണടച്ച് പോകണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കുറേ കറയും പകയും വെച്ചിട്ട് ഇങ്ങനെ നടക്കുക, മറ്റുള്ളവരോട് ഇങ്ങനെ കത്തിയോട് കുത്തണ പക, എങ്ങനെയും കണ്ട ഓനെ കുത്തിക്കൊല്ലണം എന്നുള്ള പക. എന്താണ് ഇതിലൊക്കെ പിന്നീട് ആലോചിച്ചൊക്കെ? മുസ്ലിം ആവണ മുന്നേ ഈ ലോകത്ത് ഹിന്ദുക്കളായിരുന്നു പറയും, ഹിന്ദു ആവണേ മുന്നേ മുസ്ലിം ഉണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഇപ്പം നബി വരുമ്പോഴല്ലേ, നബി വന്നതിൻ്റെ ശേഷമല്ലേ, പ്രവാചകൻ വന്നതിൻ്റെ ശേഷമല്ലേ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടു വളരുന്നത്. അതായിട്ട് നമ്മൾ നടന്നു പോകണേ, അതിട്ട് പോയാൽ മതി. അതിൻ്റെ പിന്നാലെ വല്ലാതെ തൂങ്ങാൻ നിൽക്കണ്ട. നമ്മളെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മളെല്ലാവരും സ്നേഹിക്കുക, എല്ലാവരും ചേർത്ത് പിടിക്കുക. അവിടെ അപ്പുറത്തും ഹിന്ദുവാണ്, അപ്പുറത്തും ഒക്കെയും വേണം, എല്ലാവരും വേണം. ഇവിടുന്ന് പോയ നാളെ അവിടെയും വേണം. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ കൈ ഉയർത്തിയിട്ട് റബ്ബിൻ്റെ മുന്നിൽ കൈ ഉയർത്തി. അല്ലാത്തവർക്ക് നിസ്കരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടൂല. അല്ലാത്തവർക്ക് ദുആ ചെയ്താൽ അതിൻ്റെ ഫലം വെറുതെയാണ്. നിങ്ങൾ ദുആ ചെയ്തൊക്കെയാണ്. അങ്ങനെ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് റബ്ബ് മലക്കളെ പറഞ്ഞേക്കണം. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നിങ്ങൾ ചേർന്ന് ഇക്കും കിട്ടണില്ല. നമ്മൾ ദുആ ചെയ്താൽ, ഓരോ നിസ്കാരത്തിന് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു കബൂലാക്കണം. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് പറയും. ആ സ്പോട്ടിൽ അള്ളാഹിനോട് നിങ്ങൾ പറയും, നിസ്കരിച്ചിട്ട് റബ്ബിനോട് പറയും, അള്ളാഹുവെ പടച്ചോണ്ട് കൈ ഉയർത്തി പറയാൻ എന്തായാലോ ഈ ദുആക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നിട്ട് ഈ നിമിഷം മലക്കുകളെ പറഞ്ഞയച്ചും കൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് നീ മലക്കുകളെ പറഞ്ഞയക്കണം റബ്ബേ എന്ന് പറയും. ഞാൻ ദുആ ചെയ്തതിന് എനിക്ക് എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റബ്ബുമായിട്ട് കണക്ഷൻ ചെയ്യുങ്ങൾ. എനിക്ക് ഈ നിമിഷം ഞാൻ ദുആക്ക്, അല്ലാതെ കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുമ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളുമായിട്ട് അത്രക്കും അടുക്കുന്ന ആളാണ്, ഞാൻ നിങ്ങളുമായിട്ട് അത്രക്കും ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ റബ്ബിനോട് ഇങ്ങനെ എൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ മനസ്സോട് ചിന്തിക്കുക. എന്നിട്ട് കരയിരുന്നിട്ട് നല്ല രസത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടൊരു കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒലിക്കണം. അപ്പം നമ്മൾ ആ നബിയുടെ ചരിത്രങ്ങളൊക്കെ കേട്ടില്ല? നിങ്ങൾ നബി ഇങ്ങനെ എന്ത് രസം, നിങ്ങളാണ് ആ ഖുർആനൊക്കെ എടുത്ത് ഓതുമ്പോൾ നിങ്ങൾ തന്നെ നബിയുടെ ചരിത്രങ്ങളൊക്കെ ഒന്നും അറിയാത്ത, സ്കൂളിൽ പോകാത്ത, റോട്ടുമ്പോൾ കിടന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കണ ഞാനിങ്ങനെ പോരുന്ന് കേൾക്കുമ്പോൾ ഞാനും ഇതിങ്ങനെ ഇഷ്ടപ്പെടുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് നബിയുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വളരെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ദുആ ചെയ്തിട്ട് റബ്ബിനോട് വരാം. ആ ദുആക്ക് 24 മണിക്കൂറും 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് റബ്ബ് അതിൻ്റെ ഫലം കാണിക്കും. അത് കാണിച്ചാൽ നമുക്ക് മനസ്സിനോട് സന്തോഷം. അപ്പം ഞാൻ ദുആ ചെയ്തപ്പോൾ ആ ദുആക്കല്ല അള്ളാഹു പ്രതിഫലം. ഇത് ഇനി നീണ്ടുപോകും, കഥ പേടി. ഇത്ര മണിക്കൂറിലും വീഡിയോ ഒന്നും ഒരാൾ കാണൂല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ദുആ ചെയ്യലുണ്ട്. ഞാൻ അസറിൻ്റെ സമയത്ത് ദുആ ഞാൻ ചെയ്യലില്ല, ളുഹറിൻ്റെ സമയത്ത് ദുആ ചെയ്യലില്ല, മഗ്‌രിബിൻ്റെ സമയത്ത് ഏറ്റവും പോരിശാക്കപ്പെട്ട ദുആയാണ്. ഞാൻ നിൽക്കലില്ല. ഞാൻ അസർ ഇതിനൊന്നും ഞാൻ നിൽക്കലില്ല. ഞാൻ സലാം വീട്ടിൽ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ദുആ. അതായിട്ട് ഞാൻ നടക്കല.
ഞാൻ പള്ളിക്ക് ഇരുന്നിട്ടൊന്നും ഞാൻ വല്ലാതെ നടക്കില്ല. എനിക്കറിയില്ല, ഓതാണ് എനിക്കറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല. നിസ്കരിക്കാൻ അറിയും, അത് അറിയില്ല എന്നല്ല. ഇപ്പം 4 റക്കാത്ത് നിസ്കരിക്കുക, ചിലപ്പോൾ 4 റക്കാത്ത് 5 റക്കാത്തൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ഈ മനസ്സിൻ്റെ ഉള്ളിൽ പലതും അറിയും. നമ്മൾ ഈ നിസ്കരിക്കുമ്പോൾ അതിലേക്കുള്ള ചിന്ത കൊടുക്കണം. ഈ ചിന്ത വരുമ്പോൾ കണ്ണി കണ്ട ചിന്തകളാണ് വരുന്നത്. ആർക്കോ പൈസ കൊടുക്കാണ്ട്, മറ്റവനെന്താ, ഇതിങ്ങനെ വരുമ്പോൾ റബ്ബേ ഞാൻ 4 റക്കാത്തായ 5 ആയ, പടച്ചോനെ ആരെങ്കിലും കാണുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ചിന്ത വരുന്നത്. എന്നിട്ട് പിന്നെയും നിസ്കരിക്കും. കാണിച്ചാൽ റബ്ബേ ഇതിപ്പോൾ വല്ലാത്തൊരു ഇടങ്ങറായാലും അപ്പോൾ ഇത് എത്ര, അപ്പോൾ ഇനി നിസ്കാരം തെറ്റാതെ നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചാലും പിന്നെയും അത് ഇബ്ലീസിൻ്റെ പണി, സൈത്താൻ്റെ പണി എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ 4 റക്കാത്ത് 3 റക്കാത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ തെറ്റുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ തന്നെ അത്ര ഉള്ളു എൻ്റെ മനസ്സിനുള്ളിൽ. അതിപ്പോൾ ഏകദേശം 4 റക്കാത്തായ റബ്ബേ എന്തായിപ്പോൾ ഇതൊക്കൊന്നും, ഇത് ചിന്ത വരും നമുക്ക്. മനുഷ്യന് നമ്മൾ അയച്ചിട്ട് നമ്മൾ വേണ്ടാത്ത ചിന്തയില്ലല്ലോ, ഒരു ദുഷിച്ച ചിന്തമായിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ചിന്ത അല്ല വരുന്നത്. നമ്മളെ മാനസികമായ പല വിഷമങ്ങളും അതിങ്ങനെ ചിലവർക്ക് ഉണ്ടാവില്ല, എനിക്കതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളാട്ട, നമ്മളെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ആ ഉമ്മ, എൻ്റെ ഉമ്മ, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്താ ദുആ ചെയ്യാത്ത കാര്യം എനിക്കറിയില്ല. ഓരോ നിസ്കാരത്തിനെയും നമ്മൾ ദുആ ചെയ്യാണ്ട്, അത് അറിയുന്ന ഉസ്താദുമാർ ചെല്ലുമ്പോൾ അതിൽ കൂടെ ആമിയെടുക്കും. ഞാൻ ആ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുക എന്നുണ്ടെങ്കിൽ ഇമാമുള്ള സമയത്ത് ദുആ ചെയ്യണ സമയത്ത് ഞാൻ വേഗം ആമി എടുത്തിട്ട് യാ റഹ്മത്തിക്ക യാ റഹ്മ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകും. അതല്ലെങ്കിൽ ഞാൻ സലാം വീട്ടിൽ കഴിഞ്ഞാൽ നേരോ നടക്കുന്നോടെ തന്നെ ഞാൻ അസ്തഗ്ഫിറുല്ലാഹി അൽ-അദീം അസ്തഗ്ഫിറുല്ലാഹി അൽ-അദീം അസ്തഗ്ഫിറുല്ലാഹി അൽ-അദീം വൽ കരീമിൽ കറീമിൽ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം കുല്ലു ദൻബി വഹ്തിയതി വതൂബു ഇലൈഹി വസ്തഗ്ഫിറു തൗബത്തുല്ലാഹി മനസ്സിൽ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചൊല്ലിയിട്ട് അവസാനം പിന്നെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ല, അത് മനസ്സിൽ അപ്പോൾ തന്നെ കടലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചെല്ലിയിട്ട് അങ്ങനെ ഒരു കടലിലേക്ക് എത്തും. പിന്നെ തെങ്ങ് കയറുമ്പോൾ ഇങ്ങനെ ദിക്റും സലാത്തും ചെല്ലും. അത് ഓട്ടോമാറ്റിക്കിന് കയറും, കാരണം ഭയപ്പെട്ട് കയറുകയാണ്. മുകളിൽ കയറിയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോഴും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ അത് ഞാൻ അതിനായിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടി അതല്ല, എൻ്റെ ഓട്ടോമാറ്റിക്കാണ് മനസ്സിലേക്ക് വരും, ഞാനത് ചെല്ലിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉമ്മയുടെ പ്രാർത്ഥനയാണിത്. എനിക്ക് പല അപകടങ്ങളും വരുമ്പോൾ ഇപ്പോഴും എൻ്റെ ശരിക്കും മനസ്സിൽ നിന്ന് വിഷമം പോയിട്ടില്ല. എന്തോ ആ വിഷമം മാറി കിട്ടിയെങ്കിലാണ് എനിക്ക് സമാധാനമുള്ളൂ. ഇപ്പോൾ നാനക്കാറിന് ഇപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ 20,000 മീതെ പൈസ വരുന്നു. ഒരുപാട് കംപ്ലയിൻറ്റ് വന്ന് കിടക്കുന്നുണ്ട് ഇത്ര വണ്ടിയിൽ. പക്ഷേ 10-11 കൊല്ലത്തിന് മീതായി ഒരു കംപ്ലയിൻറ്റും വരാത്ത വണ്ടിയാണ്. അത് ഈ ബെറ്റുകൾ നമ്മൾ വിൽക്കാച്ച ഒന്നും അറിയാം, വെട്ടിലിട്ടിട്ട് മറ്റൊരുത്തർ ഓടിച്ചിട്ട് ഇപ്പോൾ വണ്ടിക്ക് എത്രയോ കൊല്ലത്തിന് ശേഷമാണ് 20,000 രൂപ ചിലവ് വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ നേരാക്കി ഫുള്ളായിട്ട് വണ്ടി ഫുൾ കണ്ടീഷനായിട്ട് നല്ല ഭയങ്കര ഇഷ്ടമാണ് അയാൾക്ക്. അയാളെ കൂടെ നിന്നിട്ട് ഞാൻ വീഡിയോസ് എടുത്ത് വിട്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉമ്മയുടെ പ്രാർത്ഥന കേട്ടാ, മാതാപിതാക്കളോട് എൻ്റെ ഉമ്മ ഏത് സമയത്തും നിസ്കരിച്ചിട്ടാണ്. അതുപോലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടും എപ്പോഴും നിസ്കാരത്തിലാണ് എൻ്റെ ഉമ്മ. നിസ്കാരത്തിലും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ എൻ്റെ പൈതൽ തെങ്ങിൻ്റെ മുകളിൽ കയറുക റബ്ബേ. കാരണം എന്തെങ്കിലും എൻ്റെ കുട്ടി വീണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിനെ കൊണ്ടുവരാനും പിടിക്കാനും ആ മയ്യത്ത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമോ, ബോംബെക്ക് എത്തുമോ, അവിടുത്തെ പള്ളിക്കാട്ടിലാണോ കബറടക്കം ചെയ്യുക എന്താണെന്ന് അറിയില്ല. എൻ്റെ കുട്ടി അവിടെ പോയിട്ട് ഏത് തെങ്ങിൻ്റെ മുകളും കുത്തിപ്പിടിച്ച് കയറുകയാണ്. എൻ്റെ കുട്ടിനെ കാക്ക് റബ്ബേ എന്നും പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ നിസ്കാരപ്പാലിൽ ഇരുന്നിട്ട് കരയാണ് ഇരുന്നിട്ട്. ആ ഉമ്മ കരയണ പ്രാർത്ഥന ഉമ്മാൻ്റെ ആ ദുആ ഒറ്റയടിക്ക് ഹൃദയത്തേക്ക് വരും. നമ്മളെ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് വരും. അത് മക്കളെ അമേരിക്കയിലെ ഏത് രാജ്യത്ത് പോയി നിന്നാലും ഉമ്മാൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കുരുത്തക്കേട് മേടിക്കരുത്. നിങ്ങളിങ്ങനെ കത്തി കയറും, അത് ഒരറ്റടിക്കാണ്ട് പോകും, ടേച്ചിട്ട് പൊട്ടലുണ്ട്. അതൊരു പടക്കം വെച്ച് പൊട്ടിക്കണ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, അത് വേറെയാണ് നമുക്ക് ജീവിതത്തിൽ കൂടെ കടന്നു വരും. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ എത്രയും പൈസ അയക്കുക, 500, 1000, 200, ചിലർ അയക്കൂല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അയക്കാൻ മടിയായിക്കണേ. ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിനുള്ളിലുണ്ടല്ലോ കാന്തണ്ടല്ലോ, കാന്തനെ കാട്ടും ശക്തിയ. ഉമ്മാനോടും ദേഷ്യം, വാപ്പാനോടും ദേഷ്യം. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യം, വാപ്പ എന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യം. എന്താ മനസ്സിനുള്ളിലെന്നറിയാം ഓരോരുത്തരെ. അങ്ങനെ അവരെ മനസ്സിലേക്ക് നിങ്ങൾ വെടി ഉയർത്തിയേക്കാണ് കൊള്ളൂല. കാരണം അത്രക്കും പക വെച്ചിട്ട് നടക്കുക ഓരോ മക്കൾ. എന്നാൽ പഴയ മക്കളൊക്കെയാണ് പിന്നെയും നന്നായി. തന്തിനും തള്ളിനെ പൊന്നു പോലെ നോക്കൂ. എന്താണ് നിങ്ങൾക്ക് വാപ്പാക്കും ഉമ്മാക്കും ഒരു 1000, 2000 അയച്ചു കൊടുത്ത എത്ര ഇടങ്ങറ്. എന്താ അവരുണ്ട് നിങ്ങളെ തീട്ടം കാട്ടും മൂത്രം വൃത്തിയാക്കിയ കുട്ടികളെ തന്തി തള്ളല്ല ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ എത്രമാത്രം കവളത്ത് 1000 ഉമ്മ വെച്ച മാതാപിതാക്കളാണ് അവർ. ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉമ്മയും ഇപ്പം എത്രമാത്രം സങ്കടപ്പെടുന്നതെന്ന് അറിയാം. ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉമ്മ എത്രമാത്രം കിടന്നു ഉറങ്ങാതെ എത്രമാത്രം ഇങ്ങനെ ചെരിഞ്ഞിട്ടും എന്തെല്ലാം ദുരിത വേദന അനുഭവിച്ചിട്ടാണ് നിങ്ങളെ ഈ ലോകത്തേക്ക് ഈ ഭൂമി കാണിച്ചത്.
ഇന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് നിങ്ങൾ വീഴുമ്പോഴും നിങ്ങൾ ഓടി ചെല്ലുമ്പോഴും എൻ്റെ കുട്ടി എന്ന് 24 മണിക്കൂറും ആ ചെറുപ്പം മുതൽ മാതാപിതാക്കൾ പറഞ്ഞ് വളർത്തിയിട്ട് ഇന്ന് നിങ്ങളൊന്ന് വലുതായി നിങ്ങൾക്കൊന്ന് പാഠപുസ്തകമൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടി നിങ്ങൾ അമേരിക്കയിലും ലണ്ടനിലേക്കാണ് കടന്നപ്പോൾ ഈ കെടുക്കണ തന്ത്രയും തള്ളിനെ നോക്കാൻ നിങ്ങൾക്ക് നേരമില്ല. എന്നിട്ട് നിങ്ങൾ പള്ളിക്ക് പോയിട്ട് ഇങ്ങനെ നിസ്കരിക്കുക നല്ല രസത്തിൽ. എന്നിട്ട് ഇങ്ങനെ ഖുറാനുണ്ട് അഫലായ ഇങ്ങോട്ട് ഓതിക്കൂടി നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്നിട്ട് പടച്ചങ്ങളെ കണ്ണുറക്കും. നിങ്ങൾ എത്ര നിസ്കരിച്ച് എത്ര ഇബാദത്ത് നിങ്ങൾ എടുത്തിട്ടും പടച്ചോൻ സ്വീകരിക്കൂല. ഞാനാ പറഞ്ഞത് എൻ്റെ വീഡിയോ കണ്ടു അതിന് നിങ്ങൾ സ്വീകരിക്കണം എന്നുണ്ടല്ലോ. ആദ്യം നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കും, ഉമ്മാനിപ്പനി പൊന്നു പോലെ നോക്കി. ഭാര്യയും നിങ്ങളെ മക്കളെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തന്തയും തള്ളി അയാത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ നിങ്ങൾ നോക്കി നല്ല പോലെ. എന്നിട്ട് അവർ ലോകത്തോട് കണ്ണടയുന്ന സമയത്ത് ആ ഉമ്മ എപ്പോഴും ചേർത്ത് പിടിക്കും എൻ്റെ കുട്ടീനെ ഇതുവരെക്കും വേദനിപ്പിച്ചിട്ടില്ല എന്ന്. എൻ്റെ ഉമ്മാനിപ്പാനോടും ചോദിച്ചാൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഉപ്പ ഞാൻ അത് പറയുന്ന ഒരുപാടുണ്ട്. ആരെത്ര വീഡിയോ കാണുക, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോ കാണുന്ന പിരാന്ത. എൻ്റെ ഉപ്പ ഇതുവരെക്കും മക്കളോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. നിങ്ങളെപ്പോലത്തെ സ്നേഹിക്കണ വാപ്പല്ല. എൻ്റെ വാപ്പ എപ്പോഴും മോശപ്പെട്ട വർത്താനം പറയാ. നായി പന്നി എന്താണ് നായി പറഞ്ഞാൽ കേൾക്കാത്ത നസറാണി നടക്കാൻ വിളിക്കും. ഇന്നെ മാത്രമല്ല എൻ്റെ അഞ്ചന്മാർ എൻ്റെ പെങ്ങന്മാരെ ഒക്കെ തെറ്റ് ചെയ്താൽ എന്തൊരു കണ്ട വാപ്പ പറയും. എന്നാൽ വാപ്പയുടെ മനസ്സുണ്ടല്ലോ, നിങ്ങൾ കിണറ്റിൽ തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളത്തിൽ സോപ്പിട്ട് എന്തായിരിക്കും അത് തെളിഞ്ഞ് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് കാണാം. ആളെ മനസ്സ് ശുദ്ധമാണ്. കാരണം 10 മക്കളെ നോക്കാൻ എൻ്റെ വാപ്പ പ്രയാസപ്പെട്ടിക്കണ്. ഒരു ആൺകുട്ടിനെ നോക്കിയെടുക്കാൻ തന്നെ നിങ്ങൾ എത്രമാത്രം ഒരു കുടുംബത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു 10 മക്കൾ 2 ആൾ മരിച്ചു. എൻ്റെ റഫീഖാക്കും ഖദീജാത്തയും മരിച്ചു. എൻ്റെ ഏട്ടനെ എനിക്ക് കാക്കാന്ന് വിളിക്കുക ഒരാളില്ല. ഇപ്പം ഞാൻ കാണുന്ന ഓരോ മനുഷ്യനെയും ഞാൻ കാക്കാന്ന് വിളിക്കുക. ഒരു വയസ്സിന് മൂത്തായി ആൾ. അത് ഞാൻ ചെയ്യണ പണിയാണ്. ഈ വയസ്സിന് എൻ്റെ താത്താന്ന് വിളിക്കും, മൂത്ത പെങ്ങളെ താത്താന്ന് വിളിക്കും. ബാക്കിയുള്ളവരൊക്കെ ഞാൻ പേരും വിളിക്കും, അതിൻ്റെ ഇഷ്ടത്തിന് വിളിക്കും. അത് ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ വളർന്നതാണ്. മൂത്ത പെങ്ങളെ താത്താന്ന് വിളിക്കുക. അത് ഞങ്ങളെല്ലാ മക്കളും താത്താന്ന് വിളിക്കുക. അത് മൂത്ത പെങ്ങളാണ്. അതിൻ്റെ താശം എല്ലാവരും നമ്മൾ പേര് മാളുവോ സുലേഖ റംല അല്ലെങ്കിൽ റംലാത്ത എന്ത് പറയും വിളിക്കുക. ഞാൻ എന്തോ വിളിക്കുന്നുണ്ട്, റംലാത്താന്ന് വിളിക്കും, ചിലപ്പോൾ റംലാന്ന് വിളിക്കും. അതൊക്കെ അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ ഒരുമിച്ചിട്ട് കളിച്ച് വളർന്ന ഒരു ഇതാണ്. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എവിടെയൊക്കെ പറഞ്ഞത് വേറെയും പോയത് വേറെയും കിട്ടിയത് വേറെയും അവസാനിക്കുന്നത് വേറെയും. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയാം, എൻ്റെ വാപ്പ 10 മക്കളെ നോക്കി വളർത്താൻ വളരെ പ്രയാസപ്പെട്ടിരിക്കണേ. ആ മക്കളെ കാട്ടിക്കൂട്ടിലെ 10 മക്കളും ഒരുപോലല്ലേ, ഒക്കെ തല തിരിഞ്ഞിട്ടുള്ള മക്കളെ. ഈ പറഞ്ഞ ഞാൻ വേറെ കോലം, നൗഷാദ് വേറെ കോലം, കുഞ്ഞിട്ടി വേറെ കോലം, അക്ബർ വേറെ, പെങ്ങന്മാർ വേറെ, ഒക്കെ വേറെ. എല്ലാത്തിനും ഒരുമിച്ചിട്ട് കൊണ്ടുവരണ്ടേ? എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരാളാണ് വാപ്പ. ആ വാപ്പ എല്ലാ മക്കൾക്കും സ്നേഹം കൊടുത്താൽ പിടിച്ചാൽ കിട്ടൂല, വാപ്പയുടെ തലമ കൊത്തും. അപ്പോൾ ആ വാപ്പ എന്താ ചെയ്യണേ? മക്കളെ ചീത്ത പറയണേ. എന്താടാ ചെയ്യണേ? നായി എന്താടാ പാന്നി കിട്ടുന്നത് മോറടിക്കിട്ട് വെക്കടവിടെ പാന്നി നായി. ഇതൊക്കെ എന്തിനെൻ്റെ വാപ്പ പറയണമെന്നറിയോ? ആ മക്കളെ പിടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഈ 10 മക്കളും നല്ല രീതിയിൽ കൂടെ വളർന്നത്. എന്തേലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അപ്പാനെ പേടിക്കും. ബോംബെ എന്ന് പറഞ്ഞാൽ തനി വെടക്കാമ, അതിനത്ര സമയം വേണ്ട, നേരാവാ അതിനത്ര സമയം വേണ്ട, അങ്ങനത്തെ സ്ഥലമാണ് ബോംബെ. ആ ബോംബെയിലൊക്കെ എൻ്റെ വാപ്പ ഇങ്ങനെ ഭയപ്പെടുത്തിയ കാരണം കൊണ്ട് നമ്മളൊന്ന് നേരായി. ഈ ഭൂമിയിലൊരു സ്വർഗം കണ്ട് നേരെ മറിച്ച് വാപ്പ എപ്പോഴും മോനെ എന്ന് 150 തവണ നാവ് കൊണ്ട് സ്നേഹിക്കുക എന്നുണ്ടെങ്കിൽ വാപ്പയുടെ തലമ ഞാൻ കൊത്തിയിട്ടുണ്ടോ പാമ്പ് കൊത്തണ പോലെ. എന്നിട്ട് ഞാൻ അവിടെ പിടിച്ചടക്കി ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അവിടെ ഇല്ലാത്ത പണ്ടാറെന്ന് വേശ്യാലയത്തിലും വലിയ പണ്ടാറുണ്ട്. അതിനൊരാൾ തടയാനില്ല. പൈസ കൊടുത്താൽ കിട്ടാത്ത ഒന്നുമില്ല അവിടെ. ഏത് പെണ്ണിനും ആണെങ്കിലും അവിടെ ബോംബെ നഗരത്തിൽ കിട്ടും. എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും പോയവരൊക്കെ ഉള്ളിലൊരു ഭയപ്പാടാണ്. കാരണം എന്താ അറിയാം, ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ബോംബെയിൽ നിന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കേരളത്തിൽ പോയവരൊന്നും അങ്ങനെയൊന്നും വേണ്ടാത്തിക്കൊന്നും ആരും പോകണില്ല. പക്ഷേ ഇവിടെ കേൾക്കണവർ വിചാരിക്കും എന്താ പറയുക, ബോംബെ പോയി കഴിഞ്ഞാൽ വേശ്യാലയത്തേക്കാണ് പോകണമെന്ന് വിചാരിക്കും. അതൊന്നും അവിടെ പോവില്ല. എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ബോംബെ നഗരത്തിൽ പോയിട്ട് അവിടുന്ന് അത്യാവശ്യം നല്ല സമ്പാദിച്ച് വരുന്നവരുണ്ട്. അല്ലാതെ വേണ്ടാത്ത ഈ ഇതിൽക്കൊന്നും അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് പോകുന്നവരൊക്കെ 5 നിസ്കരിക്കുന്ന പള്ളികൾക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടാത്തത് ഞങ്ങളെപ്പറ്റി തെറ്റിദ്ധരിക്കുകയാണ്. ബോംബെയിൽ അങ്ങനെയാണ്. ഏഡ്സും കണ്ടൊക്കെ ഉണ്ട്. അയച്ചൊന്നും അങ്ങനെ പോയവരൊന്നും ആർക്കും പൈറ്റ് പിന്നാലെ പോകാൻ നേരം കിട്ടണേ. ഈ നേരം കൊടുത്ത് വൈകുന്നേരം ഓരോരുത്തർ പണിയെടുത്തിട്ട് ഉറങ്ങാൻ ക്ഷീണം കൊണ്ട് വന്നിട്ട് വണ്ടിക്കിടന്ന് ഉറങ്ങണേ. അതിപ്പോൾ വേശ്യാലത്തേക്ക് പോകണ നേരം ആർക്കുള്ളത്? എന്നാൽ അതിൻ്റെ പിന്നാലെ പോയാൽ പോരെ. ഇവിടെ കുറേ പെണ്ണിട്ടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ ഉള്ളവർക്ക് പേടി, ബോംബെക്കാരനെ പെണ്ണിട്ടിച്ച് കൊടുക്കാൻ. എനിക്ക് തന്നെ പെണ്ണിട്ടാൽ ഞാൻ ഇറങ്ങാറായിക്കണേ. കാരണം ഇവരൊക്കെ വിചാരിക്കണം എന്താ വെച്ചാൽ നമ്മളൊക്കെ അവിടെ പോയിട്ട് വേണ്ടാത്തേക്ക് പോകുക. എങ്ങനെ പോവുക? വാപ്പ ഇതൊക്കെ എൻ്റെ വാപ്പയുടെ ഭാഗത്ത് നിന്നിട്ട് കിട്ടിയ സ്വർഗ്ഗമാണ് എനിക്ക്. എൻ്റെ വാപ്പ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഇന്ന് ഞാൻ എൻ്റെ ഉപ്പാനെ വളരെ ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ ഉപ്പാനും ഉമ്മാനും എൻ്റെ ഉപ്പയും എപ്പോഴും മകനക്ക് വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യലുണ്ട്. ആ ഉമ്മയുടെ ദുആ കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിലന്ന് പോരുകയാണ്. ഇനി എൻ്റെ ഉമ്മക്ക് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. എൻ്റെ ഉമ്മ മരിച്ചാൽ ഞാൻ അതിനത്ര ഉണ്ടാവില്ല, കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അതോർക്കണം ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ ആയിക്കൂടെ കൂടുതൽ ആയുസ് ഉണ്ടോ എന്ന് അള്ളാൻ്റെ അടുത്തൊക്കെ എടുക്കണം. എൻ്റെ അമ്മ മരിച്ചാൽ ഞാൻ പോയി. കാരണം എനിക്ക് ദുആ ചെയ്യാൻ ആരുമില്ല. എൻ്റെ പെണ്ണുങ്ങളെ ദുആ ചിലപ്പോൾ അള്ളാഹ് കേൾക്കില്ല എന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ മക്കൾ അവരെ ദുആ അള്ളാഹ് കേൾക്കില്ല എന്ന് എനിക്കറിയില്ല. ആകപ്പാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന മാതാപിതാക്കളുടെ അടുത്തുനിന്ന്. പിന്നെ അവർക്ക് അതേമാതിരി ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദന വേണം സ്വന്തം ഭാര്യമാർക്ക്. എൻ്റെ ഭർത്താവിനൊന്നും സംഭവിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവരിരുന്ന് കരയണം നിസ്കാരപ്പായിൽ. അപ്പം ഈ ഭൂമിയിൽ കുറച്ചുകൂടി കാലം അള്ളാഹു ആയുസ് നീട്ടിത്തരും. എല്ലാവർക്കും അതുപോലെ ഉണ്ടാവണം. നിങ്ങൾ മക്കളെ ഭർത്താവിനെ പൊന്നുപോലെ സ്നേഹിക്കുക ഭാര്യമാർ. അതുപോലെ ഭർത്താക്കന്മാരെ ഉമ്മാനെ പൊന്നുപോലെ നോക്കണം. വേദനിപ്പിക്കരുത് കേട്ടോ. കാരണം ആണുങ്ങൾ നിങ്ങളോടൊന്നും പറയില്ല. കാരണം ആണുങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പെണ്ണുങ്ങൾ പാമ്പ് കൊത്തണ പോലെ കൊത്തും. അപ്പോൾ ആ പാവം ആരെ ഭാഗത്താ നിൽക്കുക? നിങ്ങളെ ഭാഗത്താ നിൽക്കുക, ഉമ്മാൻ്റെ ഭാഗത്താ നിൽക്കുക, വാപ്പാടെ ഭാഗത്ത്. കാരണം ഓനക്ക് എല്ലാവരും വേണം. പക്ഷെ പെണ്ണുങ്ങൾ ഇടഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആന ഇടഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ ഒരാൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അതാണ് അങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾ ഇടഞ്ഞാൽ തുമ്പിക്കായി ഇങ്ങനെ ഡാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കൊള്ളും. സ്വന്തം നമ്മുടെ വെക്കട്ടെ.